Thailand Address Presents FTQ with me. ഞാൻ രേഖ മേനൻ. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ പറ്റി ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഇറ്റ്സ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് പ്രകാശ് വർമ്മ. Shall I call you news maker of the year? അയ്യോ അങ്ങനെ ന്യൂസ് മേക്കർ അത്ര പോണോ? ഇല്ല, എന്നാ ശരി. എന്തായാലും എന്നെ നക്ഷത്രവനയിലേക്ക് വിളിച്ചു. ഞാൻ എന്താ ഇത്ര നല്ലൊരു സുന്ദര പ്രദേശത്ത് ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഞങ്ങൾ തമ്മിലൊരു ഡീലുണ്ട്. കാരണം ഇദ്ദേഹം എല്ലാവരോടും എല്ലാം പറഞ്ഞിരിക്കുന്നു. തമ്പുരാൻ ഇനി ഒന്നും പറയാൻ പറയാനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി 2025 നിന്നും 2026 കടക്കാം. അതെ, നല്ലതാണ്. ഈ സെക്ഷൻ ഇസ് ബേസിക്കലി അബൌട്ട് യു ആൻഡ് 2025. ഓക്കെ. 2025 മൊത്തമായിട്ട് താങ്കൾ ഒരു ആഡ് ഫിലിം മേക്കർ ആയതുകൊണ്ട് ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളാമെങ്കിൽ അതായത് ആ ഫ്രെയിമിൽ എന്തെല്ലാം ഉണ്ടാവും? തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതിൽ ഇൻഫാക്റ്റ് കുറേയും കൂടി ഒരു ഡെപ്ത് ഉണ്ടായി. അപ്പോൾ ആ ഫ്രെയിമിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടുമില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല. ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ സംഭവിക്കുകയാണ്. അപ്പോൾ ആ സംഭവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോവുക. അപ്പോൾ ഈ പറയുന്ന ക്യാമറയുടെ മുമ്പിൽ ഒരു ആക്ടർ ആകുക എന്നൊക്കെ പറഞ്ഞ സ്വപ്നത്തിൽ, അപ്പോൾ ആ ഫ്രെയിമിൽ ഒരു ആക്ടർ ഉണ്ടായി. അതിൽ അതിയായ സന്തോഷവും ഭീകര പഠനങ്ങളും നടന്നു. കാര്യം അത് ഇൻഫാക്റ്റ് ശരിക്കും അതിന് ഞാൻ സിനിമ ചെയ്യുന്നതിൻ്റെ ഇടയിലും സ്കെഡ്യൂൾ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഞാൻ 1-2 നല്ല ഇൻട്രസ്റ്റിംഗ് ഫിലിം ചെയ്തു. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു ക്യാമ്പയിൻ ഒക്കെ പെർഫോമൻസ് ഓറിയൻറ്റഡ്. അപ്പോൾ ഈ ഞാൻ പഠനം എന്ന് പറയാനുള്ള കാര്യം, ഈ ഞാൻ എപ്പോഴും ഒരു ആക്ടറിനെയോ അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ആക്ടേഴ്സ് നമ്മൾ വളരെ സ്ട്രെസ് ലെവൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും ഐ ഓൾവേസ് മേക്ക് ഷുവർ ദറ്റ് ഐ ഡീൽ വിത്ത് ദം വിത്ത് ലോട്ട് ഓഫ് റെസ്പെക്ട്, ബിക്കോസ് അൺലെസ് യു വിൽ നെവർ ഗെറ്റ് ഇറ്റ്, അല്ലേ? അപ്പോൾ അത് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരുന്നെങ്കിലും ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഒരു മാർക്കിൽ വന്ന് നിൽക്കുക, അവിടുത്തെ ഒരു ഫോക്കൽ ലെങ്ത്തിന് കറക്റ്റായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഫോക്കസ് മാറുക. പക്ഷേ അതുകൊണ്ട് അവിടെ തന്നെ വന്ന് നിന്ന് നമ്മളൊരു കാര്യം പറയുന്നത് ഭീകര ആക്ടേഴ്സിൻ്റെ മുമ്പിൽ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഞാൻ കടന്നു പോയപ്പോൾ നമ്മൾ സാധാരണ പുറകിൽ നിന്ന് പറയാം, അവിടെ നിന്ന് മാറരുത് അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ വരിക എന്നൊക്കെ പറയുന്നത്, അത് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് തൊട്ട് പല കാര്യങ്ങളും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു 10-80 ദിവസം ആ സിനിമയുടെ ഭാഗമായപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഈ സ്കെഡ്യൂളിൻ്റെ ഇടയിലും ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്ത ക്യാമ്പയിനിലൊക്കെ എൻ്റെ ആക്ടേഴ്സിനോടുള്ള എൻ്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് മാറി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ട്രീറ്റിംഗ് ദം ഈവൻ മോർ ബെറ്റർ ബിക്കോസ് യു ഗോട്ട് ടു റെസ്പെക്ട്, ബിക്കോസ് അത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടാവണം ഈ കുലത്ത്. ഈ സിനിമ മാത്രമല്ല, വേറെ ഈ പല ക്യാമ്പയിൻസിലും താങ്കളുടെ ജോലി ഇപ്പൊ ഈ ആക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ റെസ്പെക്ട് ചെയ്യാൻ തോന്നിയത് ദ വേ യു ലുക്ക് അറ്റ് യുവർ വർക്ക് ഇസ് ഡിഫറെന്റ് നൗ. അതെ. എന്നിരുന്നാലും ഒരു സാധനം 2025 ചെയ്യണം എന്ന് വിചാരിച്ചത് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടോ? അത് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് എനിക്കൊരു 10-15 വയസ്സുള്ള സമയം തൊട്ട് തോന്നിയ ഒരു കാര്യം മാറിപ്പോയ അതേ അവസ്ഥ 2025 സംഭവിച്ചിട്ടുണ്ട്. കാര്യം 2025 ഞാനൊരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മിക്കവാറും എല്ലാ 3-4 വർഷം കൂടെ സംഭവിക്കുന്ന കാര്യമാണ്. അത് നടന്നില്ല, അതിന് പകരം ഞാൻ ക്യാമറയുടെ മുമ്പിലായി. അപ്പോൾ പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആ ഫയർ ഒന്ന് കൂടിയിട്ടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്ന ഒട്ടും ഒരു തമാശ കാര്യമല്ല. കാര്യം അതിന് ഞാൻ വിശ്വസിച്ചിരിക്കുന്ന കാര്യം, ഭീകരമായുള്ള പ്രീ പ്രൊഡക്ഷൻ ഒരു സിനിമയുടെ പുറകിൽ ആവശ്യമാണ്. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും പ്ലാനിങ്ങും നമ്മുടെ കൂട്ടത്തിലുള്ള ടീം വർക്കും ഒക്കെ. അപ്പോൾ അത്രമാത്രം സമയം നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് ഞാൻ എൻ്റെ ഇപ്പം ചെയ്യുന്ന തൊഴിലിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിന്നാൽ മാത്രമേ അത് പറ്റൂ. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ആക്ടിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്തപ്പോൾ ഭയങ്കര സുഖമുള്ള കാര്യമാണെന്ന്. അതായത് സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സുഖം എന്ന് ഉദ്ദേശിച്ച് ഈ എളുപ്പം, നേരത്തെ പറഞ്ഞ എളുപ്പപ്പണിയല്ല, പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്നെ ഞാൻ മനസ്സിലാക്കി ആ പ്രോസസ്സിൽ. കാര്യം ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് മനുഷ്യനാണ്. ഇപ്പം എനിക്ക് പരിചയമില്ലാത്തൊരു 5-6 പേരുടെ ഇടയിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് പോകും. ഞാൻ എങ്ങനെയാണ് ഇത്രയും നാട്ടുകാരുടെ മുമ്പിൽ? പക്ഷെ ഇതിനെ വിശ്വസിക്കില്ല, ഞാൻ 2ാമത്തെ ദിവസമൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചു വിരി.
ഏതെങ്കിലും ദിവസം ഷൂട്ടില്ലെങ്കിൽ തരുൺ തരുൺ ഇന്നെനിക്ക് വേണം കാര്യം ആർത്തി. അതൊന്നും ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നേ, അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യവും കൂടെ ഈ 2025 നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വിടാൻ പരിപാടിയൊന്നുമില്ല. തീർച്ചയായിട്ടും അത് ഒരു ഹരമായി മാറി. അപ്പോൾ എനിക്ക് അഭിനയിക്കുകയും വേണം, ഒരു സിനിമയും ചെയ്യണം. അതുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടു, അങ്ങനത്തെ കുറെ നടക്കുന്നുണ്ട്. 2-3 സ്ക്രിപ്റ്റുകളാണ് നടക്കുന്നത്. അപ്പം സംഭവിക്കട്ടെ. സിനിമയല്ലേ, നമ്മുടെ കയ്യിലല്ല. പല ആൾക്കാരും വന്ന് ഒത്തുചേരുന്നൊരു അവസ്ഥയാണ്. ആഗ്രഹമുണ്ട്. അത് കറക്റ്റായിട്ട് എല്ലാം സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. അതിൻ്റെ കറക്റ്റ് ഫയർ നമുക്ക് ഇന്നായി ഫുൾ ആൾക്കാർ വന്നു വിൽ ടേക്ക് ഓഫ്. കറൻ്റ്ലി ഐഡിയ സ്പേസിലും അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്പേസിലും ഒക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഈ 1-2 എക്സൈറ്റിംഗ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്യും, അഭിനയിക്കാൻ. ഓണാണ്, അതിന് സംശയമൊന്നുമില്ല, ഓണാണ്. ഈ 2025 എത്തുമ്പോൾ തന്നെ സിനിമ അല്ലെങ്കിൽ ഒരു ആഡ് വേൾഡ്, അതല്ലെങ്കിൽ വിഷ്വൽസ് എടുത്ത ഒരു ഡ്രമാറ്റിക് ആയിട്ടൊരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് ചേഞ്ച് മനസ്സിലായിണ്ടോ ഈ കൊല്ലം? നോട്ട് ഐ തിങ്ക് ഈ ഒരു വർഷം എന്നുള്ളതല്ല. ഐ തിങ്ക് എന്താ സംഭവിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് എപ്പോഴും കാണുന്നത്. അത് സിനിമയാണെങ്കിലും ഒരു ഡോക്യുമെൻ്ററി ആണെങ്കിലും ഒരു കമേഴ്ഷ്യൽ ആണെങ്കിലും ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഐഡിയയും ഒരു കഥയില്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ നമ്മൾ ഈ പറയുന്ന മീഡിയത്തിലൊക്കെ ടെക്നോളജി എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്. അത് മാറിക്കൊണ്ടേയിരിക്കും. ആൾക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പം മാറ്റങ്ങൾ ഞാൻ തുടങ്ങുന്ന സമയം തൊട്ടുണ്ട് ഞാനത് ഭീകരമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. കാര്യം നമ്മൾ അതിനനുസരിച്ച് മാറിയില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ഒരിക്കലും ഏൽക്കില്ല. അതിൽ കഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, നമ്മൾ പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തണം. ടെക്നിക്കലി obviously also you got to be updated. അപ്പം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ട്. 2025 അതേപോലെ ഭീകര മാറ്റങ്ങളുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ, AI is a humongous thing and it's only going to get better and all for good. അതിൻ്റെ അകത്ത് എൻ്റെയൊക്കെ കാര്യം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പാനിക് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് how you use the technology. അതിപ്പം ഒരു ഡിജിറ്റൽ ഒരു പ്രോപ്പർ ഒരു റോ ഫിലിം ക്യാനിൽ ഷൂട്ട് ചെയ്യുന്ന വേഴ്സസ് പെട്ടെന്നാണ് ഡിജിറ്റലായത്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ മീ ബിക്കോസ് ഐ ലവ് ദ ടെക്സ്ചർ ഓഫ് ഫിലിം വെൻ യു ഷൂട്ട് ആൻഡ് വെൻ യു ഗോ ക്ലോസ് സ്കിന്നിൻ്റെ ടെക്സ്ചർ. അപ്പം it didn't take much time. I think in 6-7 months cameras മാറി, സിസ്റ്റം മാറി. ഞാൻ 2 വർഷത്തോളം അതിന് ശേഷം still I continue to shoot in film. It's difficult for me to process. കാര്യം ലാബുകൾ കുറഞ്ഞു വരുന്നു. പക്ഷേ I said let's only shoot in this. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ മാറും. പിന്നെ you got to adapt. And then because ആ സമയത്തൊക്കെ digital was so sharp and I didn't like that, sharp images and film tech. പിന്നെ അതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് then you can actually make use of different lens and you can bring those filter and things like that. അപ്പോൾ പിന്നെ പതുക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് അതിലോട്ട് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ചേഞ്ചസ് വരുമ്പം I think it's always better that you understand little more earlier that this is going to happen. You got to update yourself. അതെ, അപ്പോൾ അതൊക്കെ തന്നെ വലിയ കാര്യങ്ങൾ ഈ 2025 AI is a big thing. 2025 താങ്കൾ ശ്രീ മോഹൻലാലിനെ 2.5 മണിക്കൂർ സിനിമയിലും കണ്ടു, 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ആഡിലും കണ്ടു. അതെങ്ങനെയായിരുന്നു? When you see that, ഇത് ഈ ഒരു പ്രോസസ് താങ്കളുടെ ഏറ്റവും വലിയ ഹരമായ സിനിമയും താങ്കളുടെ ഏറ്റവും വലിയ വേറൊരു ഹരമായ ആഡ് വേൾഡിലും താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ താങ്കൾ കാണുകയുണ്ടായി, ക്ലോസ് പ്രോക്സിമിറ്റി. അതെ, കാണുകയാണോ അതോ ആ ഫിലിം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്? I mean basically for my ad also, like you did both. You saw him and the process together. Yeah. കുറേ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ജന്മം ഉണ്ടാവുള്ളൂ. അത് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അത് ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ടിരിക്കുന്ന സമയത്തൊക്കെ അത് വളരെ റെയർ പീസാണ്. അതൊക്കെ അങ്ങനെയൊന്നും എപ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ഒരു ടാലൻറ്റോ കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ന്യൂട്രൽ സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ലാലേട്ടൻ ഇപ്പോൾ എന്തൊരു ഒരു ഭീകരൊരു സിറ്റുവേഷൻ, ഒരു വലിയൊരു സീൻ അല്ലെങ്കിൽ ചെറിയൊരു സീൻ, ഒരു ആഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു സിനിമയിലെ ക്ലൈമാക്സ്, എല്ലാം അതിന് മുമ്പും പിൻപും ഒക്കെ
ഒരേ ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ഇത് നമുക്ക് റീക്രിയേറ്റ്, ഞാനിതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ എൻ്റെ ഉള്ളിൽ ആക്ടർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയല്ലോ സിനിമയ്ക്ക് ശേഷം. അപ്പം അതിന് മുമ്പാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കണ്ണാടിയുടെ മുമ്പിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ ചില സമയത്ത് ചില ഡയലോഗ് പറയുമ്പോഴൊക്കെ അതിന് മുമ്പും പിൻപും ഒക്കെ ലാലേട്ടനെ പോലെയൊക്കെ ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറ്റില്ല. അത് നാച്ചുറലായിട്ട് ഒരു ജന്മം അങ്ങനെയാണ്. നമ്മൾ അതൊന്നും ശ്രമിച്ചിട്ട് കാര്യമേ ഇല്ല. ചില കാര്യങ്ങളിൽ അതിന് എടുക്കാം. ഹൗ ടു ബി കാം, എങ്ങനെ ആങ്കർ വരാതിരിക്കാം, എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് വേയിൽ ചിന്തിക്കാം എന്നൊക്കെ നമുക്ക് എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. പൂർണ്ണമായിട്ട് അതാകാൻ പറ്റില്ല. ഞാൻ തോറ്റു. ഞാൻ അതുകൊണ്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും ലാലേട്ടനുമായിട്ട്. കാര്യം ഐ ഗെറ്റ് എൻ എനർജി ഫ്രം ഹിം. ആൻഡ് അത് തീരാറാവുമ്പോഴത്തേക്കും ഞാൻ ഒന്നില്ലേ കാണാൻ പറ്റില്ലെങ്കിൽ ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അപ്പം വീണ്ടും എനർജി വരും. അതായത് എന്തെങ്കിലും ഒരു മെസ്സേജിൽ പോലും ഞാനൊരു എന്തോ ഒരു കാര്യം ഞാൻ ലാലേട്ടന് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ടെക്സ്റ്റിൻ്റെ ഓഫീസിലെ ഒരു കുട്ടിക്കാണ് അയക്കേണ്ടത്. പക്ഷെ അത് എന്തൊക്കെയോ ഇട്ടിട്ട് ലാലേട്ടന് അയച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇത് അയച്ചു. ഞാൻ അപ്പോൾ പറഞ്ഞു, ചേട്ടാ സോറി, സെൻഡ് ബൈ മിസ്റ്റേക്ക്. ഒരു സെക്കൻഡ് എടുത്തില്ല റിയാക്ഷൻ. ദർ ഇസ് നത്തിങ് കോൾഡ് മിസ്റ്റേക്ക്. ഭയങ്കര ഡീപ്പ് ലൈനാണത്. അത് മതി, ഒരാഴ്ച ഞാൻ അതുമായിട്ട് പൊക്കോളും. അപ്പോൾ ഞാൻ പറയുന്ന അസാധ്യമായിട്ടുള്ള നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അൺബിലീവബിൾ ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ ആഡിൽ വരുന്ന സമയത്താണെങ്കിലും അതേ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇൻഫാക്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് ലാലേട്ടൻ്റെ. ഇപ്പം ഞാൻ ലാലേട്ടനായിട്ട് അവസാനം ചെയ്ത ഇപ്പോൾ വിൻസ്മെന എന്ന് പറയുന്ന ക്യാമ്പയിനിൽ വളരെ തിൻ ലൈനിൽ പോകുന്നൊരു സ്പേസാണ്. ലാലേട്ടൻ അല്ലെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിലോട്ടേ ഞാൻ പോവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രീഫിങ്ങിലോട്ടേ ഞാൻ കയറില്ല. കാര്യം അത് നമുക്ക് ഓർഗാനിക്കായിട്ട് ഇതിങ്ങനെ ഒത്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഫോഴ്സ്ഫുള്ളായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി ലാലേട്ടനെ അപ്രോച്ച് ചെയ്തതല്ല. എനിക്ക് ആ സംഭവം അവരായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ലാലേട്ടനാണ് എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പം ലാലേട്ടൻ പ്രകാശനെടുത്ത് ചോദിക്കും. കാര്യം നമുക്ക് അഡ്വർടൈസിങ്, എസ്പെഷ്യലി ജ്വല്ലറി അഡ്വർടൈസിങ് കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരുതരം പാറ്റേൺ ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് ലുക്ക് ആൻഡ് ഫീൽ. ആൻഡ് ഐ ഹാവ് നോ ഐഡിയ വൈ ഇറ്റ്സ് നോട്ട് ചേഞ്ച് ഫോർ റിയലി ലോങ് ടൈം. കാര്യം കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതൊന്നും തെറ്റില്ല. പെൺകുട്ടികൾ, ആണുങ്ങൾ, കല്യാണം, എല്ലാവരും മാലയിടുന്നു, സെലിബ്രിറ്റി വരുന്നു, വലിയ മുന്തിയ കാറിൽ വന്നിറങ്ങിയിട്ട് വാങ്ങിക്കൂ എന്ന് പറയുന്നു. അവിടെ ഒരു സെലിബ്രിറ്റി യൂസേജ് ഇല്ല. whoever the celebrity is, I don't think they enjoy it because there's nothing to do. They just come and say, നിങ്ങളെല്ലാവരും വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് പറയുന്ന കാര്യമാണ്. And I have no idea why it didn't change. And I'm just only talking about jewelry category, okay? And when it comes to that, നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെലിബ്രിറ്റി is actually handling as a brand ambassador. നമ്മൾ വലിയ ഒരു ടാലൻറ്റിനെയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ആൻഡ് യു ഗോട്ട് ടു ഈക്വലി എക്സൈറ്റ് ദെം. And this is not, there is no difference between commercial or a cinema. The minute they are excited, you will see another face. You will see another attitude of theirs because they are excited to do. And also, അതേ സമയത്ത് നമ്മളൊരു സെലിബ്രിറ്റിനെ ശരിക്കും using them and blending them as a brand ambassador of a particular product. അപ്പോൾ ഇതങ്ങനെ ലാലേട്ടൻ പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കാം. പക്ഷേ നിങ്ങൾ സാധാരണ വരുന്ന രീതിയിലായിരിക്കില്ല ഞാൻ പറയുക. അപ്പോൾ അത് മാനേജ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ എനിക്ക് ആക്ച്വലി റൈറ്റ് എ പാർട്ട്ണർ ഉണ്ട്, ഹരി. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് ഭയങ്കര ഫ്ലൂയിഡായിട്ടുള്ള ലാലേട്ടൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാം. ലാലേട്ടനായതുകൊണ്ടാണ് ആ ഫിലിമിൻ്റെ കോൺസെപ്റ്റ് പോലും ആ ഡയറക്ഷനിലോട്ട് വന്നത്. കാര്യം ഐ ന്യൂ ദറ്റ് ഹി ക്യാൻ ആക്ച്വലി മൂവ് ബ്യൂട്ടിഫുള്ളി. ഹി വിൽ നെവർ ക്രോസ് ദ ലൈൻ. അതിനൊന്നും ഞാൻ ഒരിക്കലും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. മൈ ബ്രീഫിംഗ് ഇസ് ജസ്റ്റ് ദ സ്റ്റോറി. ഇത് കിട്ടിയ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഒരു ലാൻഡിങ് ലൈൻ കൂടെ ഡിസ്കസ് ചെയ്ത് ഹരി പറഞ്ഞു, ആരും കൊതിച്ചു പോയി. ദിസ് ഈസ് ദ ബെസ്റ്റ് ലാൻഡിങ് ലൈൻ.
ദിസ് ഇസ് ഇറ്റ്. ഞാൻ വൈകുന്നേരം ലാലേട്ടനെ വിളിച്ചിട്ട് ഞാനൊരു ഐഡിയ പറയാം. പറയുന്നത് ജിമ്മിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ അവസാനം ഇങ്ങനെ ഡയറക്ടർ അവസാനം ഇപ്പോൾ ആ സാധനമില്ല, സാധനം അടിച്ചുകൊണ്ട് പോയി മോഷ്ടിച്ചു പോയി. മോഹൻലാൽ എന്ന് പറയുന്നൊരു വലിയ ഒരു ആക്ടർ സെറ്റിലുള്ള സമയത്ത് ഒരു ഫിലിം മേക്കർ ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ട്. ഒന്ന് 3-4 കോടി രൂപയുടെ സാധനം പോയിരിക്കുന്നു. പിന്നെ ഈ സെലിബ്രിറ്റിയുടെ സമയം പോവും. അപ്പം അദ്ദേഹത്തെ പോയി അറിയിക്കണ്ടേ പോയി എന്ന് പറയാൻ കയറുമ്പോൾ ചേട്ടനവിടെ ഇതൊക്കെ ഇട്ട് ചേട്ടൻ ഇങ്ങനെ ഒരു അവസരത്തിൽ നിൽക്കുകയാണ്, ഒരവസ്ഥയിൽ, അതായത് ഒരു തിൻ ലൈനിൽ ആ ജിമ്മിൻ്റെ സാധനമൊക്കെ ഇട്ട് നിൽക്കുക, എല്ലാം താഴെ ഇട്ടിട്ട് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു തിൻ ലൈനാണ്, അതിനെന്താ ഞാൻ പെർഫോമർ അല്ലേ, ദിസ് ഇസ് ഞാൻ പറഞ്ഞൊരു സെക്കൻഡ് ഓപ്ഷൻ നത്തിങ് ഡൂയിങ്. ദാറ്റ് ഈസ് ആൻ ആക്ടർ. ആൻഡ് ആ പറഞ്ഞ വരികൾ അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങൾ ഒരു ആക്ടറിൽ നിന്ന് വരുന്നതാണ്. കാര്യം ഹി ഈസ് എ പെർഫോമർ ആൻഡ് എനിബഡി നോസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് റിയൽ, റൈറ്റ്? ആൻഡ് വി നെവർ ക്രോസ് ദിസ് ഇസ് നമ്മുടെ മിത്തോളജിയിൽ പറഞ്ഞിരിക്കുന്ന അർദ്ധനാരീശ്വരി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ഫോമാണ്. ആൻഡ് അത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്കൊന്നും അധികം സമയം എടുക്കില്ല. ആൻഡ് ദ മിനിറ്റ് ഹി ഗോട്ട് എക്സൈറ്റഡ് ദാറ്റ് വാസ് ഇറ്റ്. ആൻഡ് ഈ പറഞ്ഞ പോലെ നമ്മൾ തുടരും സിനിമയിൽ ഞാൻ ലാലേട്ടനെ വളരെ ക്ലോസ് റേഞ്ചിൽ വെൻ യു ഷെയർ ദ ഫ്രെയിം ഐ ഹാവ് സീൻ ഇറ്റ് ആൻഡ് ഐ സോ ഹിം ഈക്വലി ഓർ ഈവൻ ലൈക്ക് അൺബിലീവബിൾ എക്സൈറ്റ്മെൻറ്റ്. യു ക്ലോസ്ലി വാച്ച്, കണ്ണിലൊക്കെ നനവുണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത്. അവിടെ ഒന്നും ഞാൻ അധികം ലാലേട്ടൻ്റെ അടുത്ത് എന്ത് ചെയ്യണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഈ സ്പേസിൽ ചില സമയത്ത് നിന്ന് ചെയ്യാം, ചില സമയത്ത് ഞാൻ വരുന്നതിന് മുമ്പ് ഇരിക്കാം കണ്ണാടിന് മുമ്പ് എന്നൊക്കെ അല്ലാതെ ഞാനൊരു മുദ്രകളോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒന്നും പറയേണ്ട കാര്യമേ ഇല്ല. ആൻഡ് ഹീ വിൽ ടേക്ക് ദാറ്റ് ഇനിഷ്യേറ്റീവ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, നമ്മൾ എല്ലാവരും ആ ഫിലിം ഇവൻച്വലി കണ്ട പോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നേരിൽ ക്ലീനായിട്ടത് പെർഫോം ചെയ്യുന്ന കണ്ട് മതിയായില്ല എനിക്കെന്നല്ല ആ അവിടെയുള്ള എല്ലാ ക്രൂ, ലൈക്ക് ഇൻ ലോട്ട് ഓഫ് crew from Bombay, Delhi, my focus puller, so many of them. And Tapan was my DOP, he's from Cal, and fantastic DOP. And every time he cuts the camera, he says, one more, what's going on? What is this frame? And look at this movement, it's so fluid. Not the whole crew, and we were like large crew. അത് ദൈവീകമാണ്. അത് സത്യമായിട്ടും അത് ഇപ്പം ഈ പറയുന്നൊരു സ്പേസിൽ അല്ലെങ്കിൽ ആ ക്യാമ്പയിനിൽ ഹി ഫിറ്റ്സ് ഇൻ സോ വെൽ. ഐ ഡോണ്ട് തിങ്ക് ആസ് യു സെഡ് എനിബഡി എൽസ് ക്യാൻ ആക്ച്വലി ഡെലിവർ വിത്ത് ദാറ്റ് ഗ്രേസ്. ചില സമയത്ത് ഈ ആഡ്സിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയും, നമ്മൾക്ക് ഭയങ്കരമായിട്ട് ആഡ് ഇഷ്ടമാവും, നമ്മൾ അതിനെപ്പറ്റി പിറ്റേ ദിവസം സംസാരിക്കും, പക്ഷെ നമുക്ക് പ്രൊഡക്റ്റ് മറന്നു പോകും. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതെങ്ങനെ നമുക്ക് നമ്മുടെ ആ ബ്രാൻഡ് റീകോൾ എന്താ വരാത്ത? ബിക്കോസ് അഡ്വർടൈസിങ് ഈസ് അത് നമ്മൾ ശരിക്കും അതിനെപ്പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കി മാത്രമാണ് എപ്പോഴും നമ്മൾ, എസ്പെഷ്യലി വെൻ യു ആർ ഡെവലപ്പിംഗ് എ ബ്രാൻഡ്, വെൻ യു ആർ ലോഞ്ചിങ് എ ബ്രാൻഡ്. ചിലവർ പറയുന്നു വിൻസ്മെര ഇത് ഭയങ്കര രസകരമാണ് കാണാനൊക്കെ, പക്ഷെ ബ്രാൻഡ് ഓർമ്മയില്ല എന്ന് എനിക്ക് 2 പേരും അയച്ചു തന്നു. അപ്പം ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അവരൊക്കെ പറയുന്നത് അവർ ബ്രാൻഡിങ്ങുമായിട്ടൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഇൻവോൾവ് ചെയ്ത് എന്താണ് ബ്രാൻഡിങ് എന്നൊക്കെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഇതിലെങ്ങനെ അപ്പം ഈ പറയുന്ന പോയിന്റിൽ എനിക്ക് ഇതിൽ തുടങ്ങിയാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത്. ഹച്ച് എന്ന് പറയുന്നൊരു ബ്രാൻഡ് വിത്ത് ഉഗിൽവി, Piyush team, and when I did that film Dog and Boy, there is no telephone in the film. അതിലെങ്ങും ഫോണുമായിട്ട് ബന്ധപ്പെട്ടോ നെറ്റ്വർക്കിനെ പറ്റിയോ സംസാരിച്ചിട്ടില്ല. ലാസ്റ്റ് ഒരു ലൈൻ ആൻഡ് ദെൻ ദ ലോഗോ. അതിലെങ്ങനെ ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യും? ഇല്ല. വി ടുക്ക് more than 4 to 5 years to build a brand. It takes that much time. ഒരൊറ്റ ഫിലിം കൊണ്ടൊക്കെ ബ്രാൻഡ് എങ്ങനെ രജിസ്റ്റർ ആകും? അതുകൊണ്ട് കമ്മിങ് ബാക്ക് ടു വിൻസ്മെര, എൻ്റെ തൊഴിൽ, ഞാനൊരു ഏജൻസി അല്ല. ഐ എം എ ഫിലിം മേക്കർ ആൻഡ് വി റൺ എ പ്രൊഡക്ഷൻ ഹൗസ്. വി മേക്ക് ക്യാമ്പയിൻസ് ആൻഡ് ഡെലിവർ ഇറ്റ്. വി ഡോണ്ട് റൺ എ ക്യാമ്പയിൻ ഫോർ എവർ. But Vodafone was a different thing because I was part of Ogilvy and the team. Even Suzu. It was all part of Vodafone. No? I did films for 18 years. So that's a different, അത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ കോൺവെർസേഷനും ആ ടീം വർക്കും, ഇറ്റ്സ് ലൈക്ക് വി നോ വി ഹവ് മെയ്ഡ് മിസ്റ്റേക്സ്, ബട്ട് ചില സമയത്ത് വിൽ ഗെറ്റ് ഓവർ ദാറ്റ്, വിൽ ഡു ബെറ്റർ വൺസ്.
അതെപ്പോഴും നടക്കുന്ന കാര്യമില്ല. അങ്ങനെ അസോസിയേറ്റ് ചെയ്ത ബ്രാൻഡ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 18 വർഷം ഐ തിങ്ക് ഗ്ലോബലി ഐ ഡോണ്ട് തിങ്ക് എനി ഫിലിം മേക്കർ വുഡ് എവർ അസോസിയേറ്റഡ്. അപ്പോൾ വിൻസ്മെര ഞാൻ എടുക്കുന്ന സമയത്ത്, ഞാൻ ചെയ്യുന്ന സമയത്ത് ആസ് എ ഫിലിം മേക്കർ എൻ്റെ ഒറ്റ ജോലിയുള്ളൂ അതിൽ. As you know, most important thing is you got to communicate, right? I'll have to build a foundation. And there is something called Vinsmera. ഇതിൽ കൂടുതലൊന്നും ഒരു ഫിലിം കൊണ്ട് എങ്ങനെ പറ്റും? അതിൻ്റെ മാക്സിമം മൈലേജ്, യു ഹാവ് എ ഫാന്റാസ്റ്റിക് സെലിബ്രിറ്റി മോഹൻലാൽ, ആൻഡ് ഹൗ യു ബ്ലെൻഡ് ദിസ് ആൻഡ് വാട്ട് ഇസ് ദിസ് ഓൾ അബൌട്ട്. അത്രയേ ഉള്ളൂ. ആ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വിൻസ്മെര എന്ന് രജിസ്റ്റർ ചെയ്യാൻ ഈ ഫിലിം ഇറങ്ങുന്ന സമയത്ത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഷോറൂമില്ല. ഷോറൂം തുടങ്ങിയത് അതിനുശേഷം 1 മാസത്തിന് ശേഷം കാലിക്കറ്റിലാണ് തുടങ്ങിയത്. ഞാൻ ലാലേട്ടനും കൂടിയാണ് പോയി നാട്ടിലിട്ട്. ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിതിങ്ങനെ കാണുന്നു, നമ്മൾ വെളിയിൽ പോകുമ്പോഴത്തേക്കും ഷോറൂം കാണുന്നു, നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പം മാഗസീനിൽ കാണുന്നു, നമ്മൾ ഫോണിൽ വരുന്നു. 360 ക്യാമ്പയിനാണ് ഒരു ബ്രാൻഡിനെ ശരിക്കും ആദ്യം തന്നെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. അതിൽ ഏറ്റവും പവർഫുൽ മീഡിയം എന്ന് പറയുന്നത് ഫിലിമാണ്. And that's all happened, only film. Now in next 2-3 years, what Vinsmera and their team, how they take it forward. ഒരു ഒറ്റ ഫിലിം കൊണ്ട് ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത ചരിത്രം എനിക്കറിയില്ല. I think I have. താങ്കളുടെ ദുബായ് ക്യാമ്പയിൻ. പക്ഷെ ദുബായ് is not a product that I need to register. പക്ഷേ ആ സിനിമ ദുബായുടെ ക്യാമ്പയിൻ നോക്കുമ്പോൾ ഐ തിങ്ക് മൂഡ് ആൻഡ് ഒരു എന്താ പറയുക വോയിസ് ഓവറിനേക്കാൾ കൂടുതലായിട്ട് മ്യൂസിക്കും മൂഡുമാണ് ഒരു കംപ്ലീറ്റ് മൂവിയുടെ എനിക്ക് തോന്നിയത്. സോ റിയൽ ആൻഡ് ദ മ്യൂസിക് ഇസ് ആബ്സല്യൂട്ട്ലി ഫിനോമിനൽ. സോ വെൻ യു വർക്ക് വിത്ത് ദീസ് കൈൻഡ് ഓഫ് ഇത് ചാലഞ്ചിങ് ആയിരുന്നു. ഐ നോ ദാറ്റ് യു ടോൾഡ് ദിസ് അബൌട്ട് ഇറ്റ്. പക്ഷേ എനിക്കറിയാൻ ഒറ്റ കാര്യം വെച്ചെങ്കിൽ ഹൗ ഡു യു ഡിസൈഡ് എത്ര വരെ ഇവിടെ മ്യൂസിക് എന്താണ് മൂഡ് എന്നല്ലെങ്കിൽ ഹ്യൂമൻ ടോൺ എന്താ വേണ്ടതെന്നുള്ള എത്ര വരെ തീരുമാനിക്കും? അല്ല, എന്നെ സംബന്ധിച്ച് വളരെ ഇൻഫാക്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് സൗണ്ട്. ഇൻസ്ട്രുമെന്റ്, വാട്ട് കൈൻഡ് ഓഫ് സൗണ്ട് ഓർ ഈവൻ സൈലൻസ്, ഇതെല്ലാം കഥ പറയും. അപ്പോൾ ഇഫ് യു റിയലി വാച്ച്, ഐ തിങ്ക് ഓൾവേസ് ഐ ഹവ് ട്രൈഡ് ഫ്രം ഏർലി സ്റ്റേജ്, ഈവൻ മൈ ഫസ്റ്റ് ഫിലിം ടു മൈ ലാസ്റ്റ് ഫിലിം, ഇഫ് യു റിയലി ഗോ ക്ലോസർ, നല്ലതോ ചീത്തയോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ യു ക്യാൻ സീ എ ചേഞ്ച് ഇൻ ടേംസ് ഓഫ് ഹാൻഡ്ലിങ് സൗണ്ട്. അതിൻ്റെ അകത്ത് സൈലൻസ് വേണ്ട സമയത്ത് സൈലൻസ് വേണം. ഇതൊക്കെ എസ്പെഷ്യലി ഒരു കമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരു 60 സെക്കൻഡൊക്കെ ലക്ഷറിയാണ്. ഒരു 45 സെക്കൻഡ്, 30. ഈവൻ ഇഫ് ഐ ക്യാൻ മേക്ക് എ 30 സെക്കൻഡ് ഫിലിം, ഇഫ് ദാറ്റ് യുനോ കാണുമ്പോൾ ഒരു 60-ന് മേലിൽ ഫീൽ ചെയ്യുന്നതൊക്കെ സൗണ്ട് കാരണം. അപ്പം ചില സൈലൻസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും. ഇന്ന പോയിന്റിലൊരു മൊമെന്റ് വരുമ്പോൾ യു സ്റ്റാർട്ട് യുവർ ബേസിക് ഗ്രൂവ്, ആൻഡ് അറ്റ് വൺ സ്റ്റേജ് ഇറ്റ് ലിഫ്റ്റ്സ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് സംതിങ് ആൻഡ് ദെൻ യു തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ഓഫ് അവിടെ സൈലൻസ്. അപ്പോൾ രണ്ടുപേരും സംസാരിക്കും, ടക്ക് അടുത്ത് മ്യൂസിക് വരും. സോ ഞാൻ നോർമലി ചില സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിം, ഫോർ എൻ എക്സാമ്പിൾ ഐ ടെൽ യു, ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫാക്ട് യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് ചെക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് വിച്ച് ഐ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ സൗണ്ട്, Daman and Diu tourism campaign. You can just type Nirvana Films or Prakash Verma, Daman and Diu tourism. Fully soundilana kalichirikkunnu. Our first section of the film is just noisy. It's just our day-to-day life, the hammer sound, the traffic noise and that. And she's, a character can't take it after a point. She's in the city, when she's sleeping, someone is walking on top. Full, you know, it's like chaos. And then at one stage, tuck on a silence out. And then you cut to see this serene, beautiful location in Daman and Diu. And it's pin drop silence. And you just hear a bell of a church bell. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ ദൂരെ ഒരു മൈല്, ആൻഡ് സൈലൻസിൻ്റെ ഇടയിൽ ദൂരെ ഒരു മൈലിൻ്റെ വെച്ച നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. പതുക്കെ പതുക്കെ ടുവേർഡ്സ് ദി എൻഡ് ഐ ജസ്റ്റ് സ്ലോലി ബിൽഡ് ദ മ്യൂസിക്, ആൻഡ് ബൈ ദ ടൈം ഇറ്റ് ബിൽഡ്സ് അപ്പ്, യു ആർ ഡൺ വിത്ത് ദ ഫിലിം. വാച്ച് ഇറ്റ്, ബിക്കോസ് ഐ റൈറ്റ് സൗണ്ട് സ്ക്രിപ്റ്റ് സം ടൈം. ഞാൻ ഫിലിം ചെയ്യുന്നതിന് മുമ്പ് സൗണ്ട് സ്ക്രിപ്റ്റ് എഴുതും. അപ്പോൾ സൗണ്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണ് നമുക്ക് ചില ഐഡിയാസ് വരിക. അതെ പെട്ടെന്ന് പോകും. അതെ അപ്പൊ ഒന്നുമില്ല അവിടെ. അപ്പൊ അതെന്തിനാണ് അവിടെ സൈലൻസിന് പോകുന്നത്? ആ പറയുന്ന കാര്യം ഡോണ്ട് ഹെൽപ്പ് എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലാക്കണം. പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മളപ്പോൾ ഫുൾ ഫോക്കസ് അതിൽ പോകും. അപ്പൊ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളൊരു ഒരു ആക്ടറിനെ കൊണ്ട് ആക്ട് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ചില ലെൻസുകൾ നമ്മൾ യൂസ് ചെയ്ത് കട്ട് ചെയ്യുകയോ ഇതിനൊക്കെ പുറമെ
സൗണ്ട് കഥ പറയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. അത് നമ്മൾ അറിയില്ല. സൗണ്ടിൽ കളിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ അറിയാതെ നമ്മൾ എൻഗേജ് ആവും. So unless you don't engage people today or whenever, whatever that you're doing, if you don't, even this interview, if you're not engaging your audience, there is no point. It's waste of time, money, energy, everything. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് സത്യം പറഞ്ഞ പ്രകാശിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സ്പേസ് ആണ് ഈ വീട്ടിലെന്നാണ് പറയുന്നത്, നക്ഷത്രമന അല്ലേ? അതെ. ഇതെന്താ ഇതിന്റെ പേര്? റീഡിംഗ് ഹൗസ്. റീഡിംഗ് ഹൗസ് അല്ലെങ്കിൽ പഴയ ഒരു പേര് പറയുകയാണെങ്കിൽ പണ്ട് ഏറുമാടം എന്നൊക്കെ പറയൂലേ, അല്ലെങ്കിൽ നമ്മൾ ഈ പാടത്ത് ഇരിക്കില്ലേ ചിലവരിങ്ങനെ, അതായത് ആ സ്ഥലത്തിന്റെ ഓണറും കർഷകരും ഒക്കെ ഇരിക്കുന്നൊരു സ്ഥലം പാടത്ത്. അത് ബേസിക്കലി അവിടെ ഇരിക്കുന്നത് വേറെ കാക്കകൾ വരാതിരിക്കാനും പിന്നെ പണിക്കാർ ജോലി ചെയ്യുന്ന നോക്കാനും ഒക്കെ അല്ലേ. അപ്പം അതാണ് ബേസിക് ഒരു സ്പേസ്. പക്ഷെ ഇവിടെ ഇൻഫാക്ട് ഈ കോർണറിൽ ഈ പ്രോപ്പർട്ടിയിൽ പകൽ, അതായത് ഉച്ച വരെ നല്ല കാറ്റാണ്. അപ്പോൾ ഇവിടെ ഇൻഫാക്ട് ഇരുന്ന് വെറുതെ സമയം കളയാനോ എന്തെങ്കിലും വായിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ഒന്നും അല്ല. നമുക്കൊരു ഈ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സിനിമ പോലെയാണ്, നമ്മളൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചില കോർണേഴ്സ് കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മളറിയാതെ എന്തോ ഇപ്പം രേഖയുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കോർണർ ആയിരിക്കും യുവർ ഫേവറേറ്റ്. യു ഡോണ്ട് നോ ഹൗ ആൻഡ് ഓൾവേസ് യു വോണ്ട് ടു സ്പെൻഡ് ടൈം ഇൻ ദാറ്റ് കോർണർ ഓർ എ പെർട്ടിക്കുലർ ചെയർ. അപ്പോൾ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ആലോചിച്ച് ഞാനും സ്നേഹയും ഒക്കെ ഓരോ കോർണർ, ഇപ്പൊ ഈ വീട്ടിൽ പല കോർണേഴ്സ് ഉണ്ട്. അതായത് വേ യു ക്യാൻ സിറ്റ്, യു ക്യാൻ കംഫർട്ടബിളി ലൈ ഡൗൺ. അതിലേതാണ് നമ്മുടെ ഫേവറേറ്റ് ആവുമെന്ന് പറയാം. നമ്മൾ ചെയ്തു പോകും. ഇപ്പൊ സിനിമയിൽ ചിലപ്പോൾ ഒരു നല്ലൊരു മൊമെന്റ് ഉണ്ടാവും. ആ മൊമെന്റ് ഇല്ലെങ്കിലും സിനിമ വർക്ക് ചെയ്യും. പക്ഷെ ആ മൊമെന്റ് ചിലപ്പോൾ നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ട് തോന്നും. അതേപോലെ ഒരു സ്പേസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്തു. കാര്യം ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിനടുത്താണ്, നല്ല കാറ്റുള്ള സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് ലാസ്റ്റ് ഞാൻ വായിച്ച പുസ്തകം, ഞാൻ ലാസ്റ്റ് വായിച്ചൊരു സ്ക്രിപ്റ്റാണ്, ഒരു സ്ക്രീൻ പ്ലേ ആണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് സ്ക്രീൻ പ്ലേ ആണ്. അത് ഞാൻ ചെയ്യാൻ ഉള്ളതല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാനുള്ളതല്ല, ഞാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ഒരു സ്ക്രീൻ പ്ലേ ആണ് ലാസ്റ്റ് വായിച്ചത്. ഇല്ല, അതിന്റെ കോൺവെർസേഷൻ നടക്കുന്നേ ഉള്ളൂ. അതെ. ഈ വീട് ഉണ്ടാക്കാൻ 7.5 കൊല്ലം പിടിച്ചു അല്ലേ? അതെ. ആൾക്കാർക്ക് 7.5 കൊല്ലം എന്ന് പറഞ്ഞാൽ കണ്ടകശനി ഇരിക്കുന്ന ആൾക്കാർക്ക് 7.5 കൊല്ലത്തിന് വരിക താങ്കളൊരു വീട് ഉണ്ടാക്കാൻ തന്നെ. അപ്പൊ ഈ സമയത്തുണ്ടല്ലോ ആൾക്കാർ പറയുന്നത്, ഇങ്ങനെ ഒരു പണിതീരാത്ത വീട് കൊണ്ട് പ്രകാശം നടക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ ആൾക്കാരൊക്കെ. പക്ഷെ ഇതിൽ വന്ന് അദ്ദേഹത്തിന്റെ വീട് മേടിച്ച് ഇതിൽ പണി തുടങ്ങുമ്പോഴല്ലോ, ഐ മീൻ വാട്ട് വാസ് ഹിസ് ഫസ്റ്റ് വിഷ്വൽ ഇൻ യുവർ മൈൻഡ് ഈ വീട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ? തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ച കാര്യം ഉള്ള സ്പേസ് തന്നെ ഒന്ന് റെനോവേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ചെറിയ വീടായിരുന്നു. ആ വീടിൻ്റെ കണ്ടീഷൻ വാസ് നോട്ട് ദാറ്റ് ഗുഡ്. അപ്പം ഫൗണ്ടേഷനിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടാ പൊളിയുന്ന അവസ്ഥയായതുകൊണ്ട് പൊളിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ പതുക്കെ നമ്മൾ ഒരു ഫുൾ വിഷൻ, ഇൻഫാക്ട് ആസ് എൻ ആർട്ടിസ്റ്റ്, ഇൻഫാക്ട് ഐ നെവർ ഹാവ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് വിഷൻ ഒരു പ്രോസസ്സിലും. ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാമ്പയിനിലും ഒരു കംപ്ലീറ്റ് വിഷനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ക്ലോസ് ആയി. ഐ തിങ്ക് ഇറ്റ്സ് ഓർഗാനിക്കലി ഇറ്റ് ഷുഡ് പ്രോഗ്രസ് അറ്റ് എവറി സ്റ്റേജ്. സിമിലർ തിങ് വി സെഡ് let's keep the similar orientation of the same house. ആൻഡ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ലാൻഡ് വാങ്ങിച്ചു. അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് തോന്നും. പിന്നെ വാട്ട് വി ഡിഡ് ഇസ് ധാരാളം ഓപ്പൺനെസ്. ഇപ്പോൾ രേഖ നിങ്ങൾ വന്ന സമയത്ത് മനസ്സിലാക്കണം, കയറുമ്പോൾ തന്നെ യു ക്യാൻ സീ ത്രൂ ദി ഹൗസ് ആൻഡ് യു ക്യാൻ സീ ദി ബാക്ക് വാട്ടേഴ്സ്. So from every direction there is light. അതെ. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ്. പിന്നെ അങ്ങനെ ഒരു അതിൻ്റെ ബേസിക് ഒരു ലേ ഔട്ട്. രാജേഷ് പൊട്ടങ്കുളു ആയിരുന്നു നമ്മുടെ ആർക്കിടെക്റ്റ്. ആൻഡ് ദെൻ വി ഡിസൈഡഡ് ടു പ്ലാന്റ് ലോട്ട് ഓഫ് ട്രീസ്. അങ്ങനെ മിക്കവാറും എല്ലാം നമ്മൾ പ്ലാന്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റേജിൽ അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫ്ലോർ എന്ത് ചെയ്യണം, അപ്പം നമുക്ക് ആ സാധനം ഇരിപ്പില്ല, ആ ഫ്ലോർ നമുക്ക് ഉപയോഗിച്ചാലോ. അപ്പം ഞങ്ങൾ ആക്ച്വലി സ്ഥിരമായിട്ട് 10-25 വർഷമായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ സ്നേഹം കളക്ട് ചെയ്യും പല വലുതും ചെറുതുമായിട്ടുള്ള. അത് ഫ്ലോർ ടൈലാകാം, അല്ലെങ്കിൽ ഒരു പില്ലറാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റോൺ പില്ലർ ഫ്രം തമിഴ്നാട്. എന്തിനാണ് അത് എടുത്തുകൊണ്ട് വരുന്നത് അന്നൊന്നും അറിയില്ല. നമ്മൾ ഏതെങ്കിലും സമയത്ത് ആവശ്യം വരും. അപ്പം അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു പ്രോസസ്സായിരുന്നു ശരിക്കും. ലൈക്ക് എ ഫിൽം മേക്കിംഗ്, യുനോ ദർ സോ മെനി പീപ്പിൾ കെയിം ഇൻ, ലോട്ട് ഓഫ് കാർപ്പൻറ്റേഴ്സ്, ലോട്ട് ഓഫ് പെയിൻറ്റേഴ്സ്. ഇവരൊക്കെ വന്ന് പോകും. ടൈൽ ഉണ്ടാക്കുന്ന ആൾക്കാർ, റൂഫ് ടൈൽ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ അതെ സംഘം. അപ്പം ഒരു ഡെഫിനിറ്റ് പ്ലാൻ ഇല്ലല്ലോ. നമ്മൾ ഒരു ഡിറക്ഷൻ നോക്കി അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്തുണ്ടായി വന്ന് ചേർന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, ഇത് തീർന്നിട്ടില്ലല്ലോ.
നമ്മൾ ഇനി നാളെ ഒരു സാധനം കാണും, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അവിടെ സ്ഥലം എല്ലാ സ്ഥലത്തും പണിയല്ല, ആ കോർണറിൽ മേബി നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി നമുക്ക് കുറച്ച് 3-4 പേർക്ക് ഇരുന്ന് സംസാരിക്കാം. അങ്ങനെയൊക്കെ അതൊരിക്കലും ഒരു എൻഡില്ല, ഇതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല. അതെ അതെ, അബ്സല്യൂട്ട്ലി. സിനിമയ്ക്ക് അത് പറ്റില്ല, ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന്റെ പ്രോസസ്. അതെ 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 അതെ. ഈ വീട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താ? നക്ഷത്രയുടെ ത്രയാണോ? നക്ഷത്രമനയിലെ ത്ര. അപ്പം നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ എന്ത് കാര്യവും നമ്മളിപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയ കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ ചില സമയത്ത് സാധിക്കില്ല. അത് മാറും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഏർലി സ്റ്റേജിലൊക്കെ when I get some of my DOPs like cameramen from abroad, from Cape Town or from LA, from Australia, I work with a lot of people. ചില സമയത്ത് ഞാൻ അവരെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം, ലൈക്ക് ഫോർ എക്സാമ്പിൾ ചില ടൂറിസം ക്യാമ്പയിൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു കാൽ ആൻഡ് ഷൂട്ടിംഗ് ഇൻ ലൈക്ക് ദ ബിസിയസ്റ്റ് സ്ട്രീറ്റ്. അവിടെ ഞാൻ കാലുമായിട്ട് യൂസ്ഡ് ആണ്, പക്ഷേ എൻ്റെ DOP കാണുന്നത് ഞാൻ കാണുന്നതല്ല. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചിലപ്പം ലുക്ക് അറ്റ് ദാറ്റ് കോമ്പോസിഷൻ, ദാറ്റ് വിത്ത് ദാറ്റ് ബ്രോക്കൺ ഡോർ. ഞാൻ കണ്ടെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിലൊരു ഭംഗി ചിലപ്പം ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പോൾ ലെറ്റ്സ് സീ ദ കോമ്പോസിഷൻ എന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് സ്റ്റണിങ് ആൻഡ് ഓൺലി ആൻ ഔട്ട്സൈഡർ സോ ദാറ്റ്. അതേപോലെ അങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഭാഷ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഫോണ്ട് ലെറ്റർ, ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഇറു ആർട്ടിസ്റ്റിക് ആണ്. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ജാപ്പനീസ് ഫോണ്ട്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ത്ര ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ആൻഡ് ത്ര സജസ്റ്റ് ചെയ്ത ഹരിയാണ് ഞാൻ നമ്മുടെ പാർട്ട്ണർ. ഹരി ഇസ് പാർട്ട് ഓഫ് മൈ ലൈഫ് റിയലി ഫോർ ലോങ് ടൈം, ഫോർ ക്രിയേറ്റീവ് പാർട്ട്ണർഷിപ്പ്, ആൻഡ് ഹി ഈസ് ഓൾസോ an art director. I said, wow, that's fantastic, and let's just keep that. So that's the logo. I think because നമ്മൾ അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിന് ചിലപ്പോൾ അങ്ങനത്തെ ലോഗോയുടെ ആവശ്യമൊന്നുമില്ല. ബട്ട് ദെൻ സ്റ്റിൽ ബിക്കോസ് വി ആർ ഇൻ ദാറ്റ് തിങ്, ഒരു കംപ്ലീറ്റ് നേച്ചർ. ഓക്കെ, നക്ഷത്രമന ലോഗോ ത്ര. നടക്കാലോ. ഈ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്താണല്ലോ, അത് ഞാൻ കേട്ടു താങ്കളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒക്കെ കാറിൽ യാത്ര. അതെ. ഈ കാറിനോട് ഇത്രയും സമയമില്ലാത്ത താങ്കൾക്ക് കാറിൽ യാത്ര ചെയ്യാനുള്ള സമയവും അതിനോടൊരു സന്തോഷം തോന്നാൻ എന്നോട്ടാ ആ ഒരു സമയം എന്ന് പറഞ്ഞില്ലേ, സമയം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അതെ, നമ്മുടെ പ്രയോറിറ്റിയാണ് സമയം. ഇപ്പൊ നാളെ കുറച്ച് പേര് വിളിക്കുന്നു, അയ്യോ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റിയിൽ അവിടെ അതിന്റെ പ്രയോറിറ്റി അതല്ല. നമുക്ക് നാളെ ആ സമയത്ത് വല്ലയിടത്തും പോയിരുന്ന് ഭക്ഷണം കഴിക്കുക നമ്മുടെ പ്രയോറിറ്റിയാണ്. വണ്ടി ഓടിക്കുക, കാറിൽ സഞ്ചരിക്കുക, കാർ ഓടിക്കുക, അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒരു വാഹനത്തിൽ ഒരു സ്ഥലത്തോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു ഫിലിം മേക്കിംഗ് പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു എനർജിയും ഞാൻ ബ്രീത് ചെയ്യുന്നതൊക്കെ വെൻ ഐ ഡ്രൈവ് മൈ കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫാക്ട് ഐ തിങ്ക് മൈ കിഡ്സ് ആർ ഓൾസോ യൂസ്ഡ്. എൻ്റെ കുഞ്ഞുങ്ങൾ 5-ാം മാസം തൊട്ട് ഐ തിങ്ക് within the country or even when we travel abroad, because I drive all the time, they're used to it. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും 15 മണിക്കൂർ വണ്ടി ഇരുന്നാലും they will never complain, because a lot of storytelling, a lot of laughter, and that's where our bonding happens, because it's a restricted place, right? Inside a car, 5 of us, and that's our best family time if I look back. നിങ്ങൾ വാളയാറ് കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും റിച്വലാണ് നമ്മുടെ ഫാമിലിയിൽ. ഇതൊക്കെ ഞാൻ കുറച്ച് ഡ്രാമയുണ്ട് എൻ്റെ ജീവിതത്തിൽ. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള സ്പേസിലൊക്കെയാണ് ഞാൻ ഡ്രാമ കാണിക്കുക. അപ്പോൾ അവസാനം അത് തരുൺ സിനിമയിൽ കുറച്ച് എന്നെ കൊണ്ട് കാണിച്ചു. പക്ഷേ എൻ്റെ പേഴ്സണൽ സ്പേസിൽ, കംഫർട്ടബിൾ സ്പേസ് ഞാൻ ഇങ്ങനെ ഡ്രാമ, അങ്ങനെയാണ് എൻ്റെ പിള്ളേരെ ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ ഇത് ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അത് റിച്വലായി. അതായത് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് കേരളത്തിലോട്ട് വരുന്ന സമയത്ത് ബോർഡർ കഴിഞ്ഞ് വാളയാറ് കഴിഞ്ഞാൽ വണ്ടി നിർത്തും. എന്നിട്ട് ഫുൾ വിൻഡോ ഒക്കെ താത്തിട്ട് ഞാൻ അപ്പൊ എല്ലാരും പെട്ടെന്ന് ഡ്രാമ, 5 പേരും വിൻഡോയുടെ വെളിയിൽ തലയിട്ടിട്ട് ശ്വാസം എടുക്കുക. ഓ ഹൗ ബ്യൂട്ടിഫുൾ എന്ന് പറയാ, കഥ അടയ്ക്കുക, പോവാ, വിൻഡോ ക്ലോസ് ചെയ്യാ, പോവാ. തിരിച്ചു വരുന്ന വഴിക്കും ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ്, വാളയാറിന് മുമ്പ് വീണ്ടും അച്ഛാ സ്റ്റോപ്പ് ദ കാർ, സ്റ്റോപ്പ് എല്ലാവരും
വീണ്ടും ശ്വാസം എടുക്കുക, എന്തൊരു ബ്യൂട്ടിഫുൾ, എന്തൊരു എന്ന് ഡ്രാമ. അത് റിച്വലായി. ഇപ്പൊ അത് നിർത്തിയില്ലേ പ്രശ്നം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ആൾക്കാരാണെങ്കിലും പ്രാന്ത, കാര്യം ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഇരുന്നിട്ട് തല വെളിയിട്ടിട്ട് ശ്വാസം എടുക്കുക. തിങ്കിങ് ഓഫ് മൈ ചിൽഡ്രൻ ബിക്കോസ് they now grown up, they travel. അല്ല, പണ്ട് താങ്കൾ KLF വന്നപ്പോ എന്തൊരു സുഖ, അല്ല ഏതോ ഒരു സെഷൻ ഞാൻ കേട്ടിട്ടുണ്ട്, ആരും അറിയാതെ നടക്കുന്ന എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് നടക്കില്ലേ? അത് എന്തായാലും അത് കഴിഞ്ഞു. തരുൺമൂർത്തി കാരണം തരുൺ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തന്നു. തരുണും സുനിലും രണ്ടും കൂടെ ചേർന്ന് ആണ് പറഞ്ഞത്. അപ്പൊ ഈ ഷൂട്ടിന്റെ ഇടയിലൊക്കെ സുനിലും ഇടയ്ക്ക് പറയും, തരുണും പറയും. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഷോട്ടിന്റെ ഇടയിൽ. അപ്പോൾ രഞ്ജിത്തേട്ടനും പറയുന്നത്, അവർ 3 പേരും പറയും ഇനി ഇങ്ങനെയൊന്നും പറ്റൂല, ഇപ്പൊ കുടിച്ചോ. അപ്പൊ ഞാനൊന്ന് ധാരാളം ചായ കുടിക്കും, ധാരാളം പൊറോട്ട കഴിക്കും, കാണുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയിരുന്ന് കഴിക്കും. പക്ഷെ ഞാൻ വേറൊരു കാര്യം വേണ്ടേ, ഇതൊക്കെ ഇൻഫാക്ട് ഞാൻ ഐ ജസ്റ്റ് ഫുള്ളി ഇൻഡൾജ് ഇൻ സിറ്റുവേഷൻസ് ലൈക്ക് ദിസ്. ഞാൻ അപ്രതീക്ഷമായി കടന്നു വന്ന ഒരു സിറ്റുവേഷനാണ് സിനിമ, അഭിനയം എന്ന് പറയുന്നത്. I think, thankfully, gratitude. Actually, the film worked so well. തരുണിനെ സംബന്ധിച്ച് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് film, because he's directing Mohanlal, which is a big thing. Rajaputra, in fact, after a couple of years, they're making a very big film. I was so much into it, and that film worked. And for me, in fact, of course, as an actor, being a menacing character, I could feel ഒടിച്ച് അയ്യോ അല്ല പാവം, അതായത് നമുക്കിതൊന്നും യൂസ്ഡ് അല്ല. ഐ വാസ് മാക്സിമം കെയർഫുൾ, ബട്ട് ഷീ സോ സ്വീറ്റ്, സോ സ്വീറ്റ്. ഐ മീൻ, ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ലെജൻഡറി ആക്ടേഴ്സ് ആണ്. ഐ കുഡ് ആക്ച്വലി they all gave me space, and ചില സമയത്ത് ഇൻഫാക്ട് ഒരു സമയത്ത് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഇടയ്ക്ക് ഈവൻ ഷൂട്ട് കഴിഞ്ഞിട്ടും ചില സമയത്തൊക്കെ, ചില ഇൻ്റർവ്യൂസ് കഴിഞ്ഞ സമയത്തൊക്കെ ഇടയ്ക്ക് ഫോൺ കോൺവെർസേഷനിൽ പറഞ്ഞു, ഞാൻ പറയട്ടെ, എൻ്റെ വിരലൊടിച്ച് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു പറയരുത്, ഇപ്പം ഞാൻ പറഞ്ഞു. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിപ്പം ഇപ്പൊ കുറച്ച് മഴയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ തട്ടായിട്ട് വരും. അതെ. ഇവിടുത്തെ ഓരോ ചെടിക്കും കഥയുണ്ടോ? എല്ലാത്തിനും കഥയുണ്ട്. അത് ഇപ്പൊ ഇവിടുത്തെ ചെടിക്ക് കഥയുണ്ട്. ഞാൻ അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് തീർത്തോട്ടെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെ സംഭവിച്ചു നമ്മൾ ഈ പുറത്ത് വെളിയിൽ നടക്കുന്ന അവസ്ഥ. പക്ഷെ ഞാൻ ഭാഗ്യവശാൽ ഫിലിം സക്സസ്ഫുൾ ആയി. എനിക്ക് ഇൻഫാക്ട് ആസ് എ ആക്ടർ, ഐ തിങ്ക് പീപ്പിൾ ഗേവ് മീ സോ മച്ച് ഓഫ് ലവ്. ആൻഡ് ഇപ്പോൾ പഴയ പോലെയല്ല. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്ലെയിനിൻ്റെ അകത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് സ്പേസിൽ പോകുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫാമിലി ഫംഗ്ഷന് പോകുന്ന സമയത്ത്, ഇൻഫാക്ട് ദ എമൗണ്ട് ഓഫ് ലവ് ആൻഡ് നോട്ട് യൂസ്ഡ് ടു ദിസ്. സോ കറൻ്റ്ലി റൈറ്റ് നൗ ഐ ആം എൻജോയിങ് ഇറ്റ്. ഐ ഫുള്ളി ഇൻഡൾജ് ഇൻ ഇറ്റ്. ആൻഡ് ഞാൻ ആസ്വദിച്ചുകൊണ്ടാണ്. കാര്യം നമ്മളിങ്ങനെ ആൾക്കാരെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, വില്ലൻ ക്യാരക്ടർ, അത് സംഭവിക്കുന്നത് ഞാൻ ശരിക്കും അത്ഭുതത്തോടു കൂടിയാണ് അത് എൻജോയ് ചെയ്യുന്നത്. വാവ് മാൻ, വാട്ട്സ് ഗോയിങ് ഓൺ. യാ. അപ്പം മരങ്ങളെ പറ്റി പറഞ്ഞില്ലേ, എല്ലാത്തിനും കഥകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളവിടെ നേരത്തെ ഒരു സ്ഥലത്തിരുന്നില്ലേ, അങ്ങനെ പല കോർണറിലുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന പലതും ഇൻഫാക്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, ഇതിനൊക്കെ നൊസ്റ്റാൾജിക് റീസൺസ്. പണ്ട് നമ്മൾ എൻ്റെ സ്കൂളിൽ പോകുന്ന സമയത്ത്, ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ്, അന്നങ്ങനെ വലിയ പോക്കറ്റ് മണിയൊന്നും എൻ്റെ പേരൻസ്, ഞാൻ സെൻട്രൽ സ്കൂളിലായിരുന്നു ആലപ്പുഴയിൽ. അപ്പോൾ നമ്മൾ പോക്കറ്റ് മണിയൊന്നും അച്ഛൻ സമ്മതിക്കില്ല. അപ്പോൾ പോക്കറ്റ് മണിയൊന്നും ഇല്ല. അമ്മ പിന്നെ എങ്ങനെയെങ്കിലും, ഇൻഫാക്ട് ഷീ ഈസ് ഓൾസോ വർക്കിംഗ്, റൈറ്റ്, എന്തെങ്കിലുമൊക്കെ. അപ്പം പൈസയൊക്കെ കുറച്ച് വെച്ചിട്ട് സ്കൂളിൽ കയറുന്ന ഒരു വയസ്സായ സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്, ചെറിയൊരു കടയുണ്ട്. ആൻഡ് ആ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 4-5 പിക്കിളുണ്ട്. അതായത് ഒന്ന് കാരക്ക എന്ന് പറയും, കാരക്ക, ഉപ്പിലിട്ട കാരക്ക, അതൊരു ഒലിവ് വെറൈറ്റിയിലുള്ളതാണ്. പിന്നെ ഗ്ലോവിക്ക, നെല്ലിക്ക. അപ്പം ഇത് എനിക്ക് ഈ പുളി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുനാളെ തൊട്ട്. ഇപ്പോഴും എൻ്റെ പിള്ളേർക്കും അതെ. അപ്പം ഞാൻ ഈ കാരക്കയൊക്കെ 5 എണ്ണം വാങ്ങിച്ചിട്ട്, ഉള്ള കാശ് വാങ്ങിച്ചിട്ട് പോക്കറ്റിലിടും, ആർക്കും കൊടുക്കാതെ, ക്ലാസ്സിൽ ആരും അറിയാതെ പതുക്കെ വായിലോട്ടിടും. ആരും അത് ചവച്ചുകൊണ്ടിരിക്കും ഒരു ക്ലാസ്. അപ്പോൾ ഞാൻ പറയട്ടെ, കാരക്ക വളരെ ഡിഫിക്കൽട്ടാണ് അത് വളരാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെടികളും കിട്ടുമ്പോൾ എനിക്ക് കാരക്ക വേണം, എനിക്ക് ഗ്ലോവിക്ക വേണം. അപ്പം നമ്മൾ ആ ഇരുന്നതിൻ്റെ മേളിൽ അത് കാരക്കയാണ്. അത് പിടിച്ചു ഇവിടെ എല്ലാ വർഷവും കാരക്കയുടെ പിക്കിൾ ഉണ്ടാക്കും. അത് എടുത്ത് ബാംഗ്ലൂർ കൊണ്ടുപോയി ഞാൻ. ഗ്ലോവിക്ക ഉണ്ട്, നെല്ലിക്ക, ഗ്ലോവിക്ക, ലോലിക്ക, ലവ്ലോലിക്ക എന്നൊക്കെ പറയും, അതുണ്ട്.
നെല്ലിക്ക, അത് നെല്ലിമരമാണ്. അപ്പോൾ ഓരോ മരത്തിനും എല്ലാത്തിനും കഥകളുണ്ട്. ഏറ്റവും കഷ്ടപ്പെട്ട് പിടിച്ചു വന്ന ഒരു പിടിച്ചു കിട്ടിയ ഒരു സാധനം എന്താ? മിക്കവാറും ഒക്കെ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന കാര്യം വളരെ ഡീപ്പ് ഡൗൺ ദിസ്, ബിക്കോസ് കായലിൻ്റെ അടുത്തായതുകൊണ്ട് സോൾട്ട് കോണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 3 വർഷത്തോളം ഗ്രോ ബാഗിൽ വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്തത്. ബട്ട് ഇറ്റ് ടേക്സ് ടൈം സ്ലോലി. കാരക്ക ഇസ് എ വെരി ടഫ് വൺ, ബട്ട് അത് പിടിച്ചു കിട്ടി. അതെ അതെ. പിന്നെ അതിനല്ലേ നമ്മൾ പല ഓരോ സമയം ഓരോന്ന്. ചില ഫ്രണ്ട്സ് ഇൻഫാക്ട് ദേ ലൈക്ക് ടു ഓൾവേസ് ബി ഔട്ട്ഡോർ. അത് എൻ്റെ ഫേവറേറ്റ് കോർണർ. ഭയങ്കര കാറ്റാണ് അവിടെ, അപ്പുറത്തെ ആ ബെഞ്ച്. അതെ അതെ. ഈ വെള്ളം മൂവ്മെന്റ്, ചെടിയിൽ ഞാൻ പോവാണ് വെള്ളത്തിലോട്ട്, ഈ മൂവ്മെന്റ് എപ്പോഴും വെള്ളം നോക്കിയിരിക്കുമ്പോ ഈ ഒരു ചിലപ്പോൾ അതിനൊരു വിരസത തോന്നാറുണ്ടോ? People love it, but I'm saying it for you. നമ്മൾ എന്ത് കാര്യവും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വിരസത തോന്നും. എനിക്ക് പിന്നെ അങ്ങനെ ഇപ്പൊ ഫുൾ ടൈം ഇവിടെ അല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു ട്രാവലും എൻ്റെ ഒരു ഷൂട്ട് സ്കെഡ്യൂളൊക്കെ തിരിച്ചു വന്നിട്ട് 2-3 ദിവസം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. അതെ അതെ. ഇറ്റ്സ് നൈസ് ടു ഫീൽ ദാറ്റ് മൂവ്മെന്റ്. കാര്യം കോൺസ്റ്റന്റ്ലി എന്തൊക്കെയോ മൂവ് ചെയ്യുന്നുണ്ട് എന്നൊരു ഫീൽ നല്ലതല്ലേ. ഈ വീട് പലർക്കും ഇപ്പൊ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ടല്ലേ? ഉണ്ട്. ഇറ്റ് ഓപ്പൺ ആക്ച്വലി. ലക്സ് അൺലോക്ക് ആണ് ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ബട്ട് ഐ റൺ ദി ഹൗസ് വിത്ത് മൈ ഓൺ സ്റ്റാഫ്. ദിസ് പെർട്ടിക്കുലർ പൂൾ ഇൻഫാക്ട് ദാറ്റ് ഈസ് നാച്ചുറൽ വാട്ടർ. അപ്പോൾ അത് ക്ലോറിൻ ഇല്ല. പക്ഷെ നമ്മുടെ സാധാരണ കുളമൊക്കെ പോലെ സ്ക്രബ് ചെയ്യേണ്ടി വരും എല്ലാ ദിവസവും, അല്ലെങ്കിൽ പായൽ വരും. കാര്യം സൺലൈറ്റ് ധാരാളം ഉള്ളതുകൊണ്ട്. അതെ. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. കാര്യം നദിയിലൊക്കെ കുളിക്കുന്ന പോലെയാണ്. ദിസ് ഈസ് സം കൈൻഡ് ഓഫ് എ ഫ്രൂട്ട്. ഇത് നമ്മൾ ആരോ കൊണ്ടുവച്ചത്, ഞാനായിട്ട് പ്ലാന്റ് ചെയ്തതല്ല. അത് അത്തിയാണ്. അത് അതെ അതെ അതെ. പിന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ. ഇവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട്. ദാറ്റ് ഇൻഫാക്ട് വി ബേസിക്കലി ഡു ആ മസാജ് എന്നുള്ള. നല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ടേ, ഐ മീൻ വെൻ യു ആർ ഇൻ ഒരു നോട്ട് സോ ഗ്രേറ്റ് മൈൻഡ്, കുറച്ച് എന്തെങ്കിലും ഒരു ലോസോ ഒരു റിഗ്രറ്റോ ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്ന അത് ആ ഒരു തെറാപ്പി വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഈറ്റും? തീർച്ചയായിട്ടും. ഞാൻ ഈ പറയുന്ന ലോസ് അല്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് നല്ല എല്ലാവർക്കും നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കില്ലേ. അത് വർക്ക് വൈസ് ആകാം, റിലേഷൻഷിപ്പ് ആകാം, അതൊക്കെ നമുക്ക് അതാണ് ജീവിതത്തിൻ്റെ സുഖവും. അതിങ്ങനെ കയറി ഇറങ്ങി വരിക എന്ന് പറയുന്നത്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഭാഗ്യവശാൽ ഞാൻ ചെറുപ്പം തൊട്ട് ഇൻഫാക്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും മൂവ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതകരമാണ്. ഞാൻ എഫേർട്ട് എടുത്തിട്ടല്ല. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് അതുകൊണ്ട് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ ഇല്ല. കൊച്ചിയിലുണ്ടോ? ഉണ്ട്. ഞാനിവിടെ ഇല്ല. Bombay, Delhi. So I'm all the time traveling. Even internationally when you move around, I have friends, but I can't spend that kind of time. And തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ പ്രൊഫഷൻ ഓൾസോ ഇൻഫാക്ട് ടേക്സ് മീ ഓൾ ഓവർ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതായതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ടല്ലല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഏത് സ്ട്രെസ് ലെവൽസും ഇൻഫാക്ട് എന്നെ സംബന്ധിച്ച് ഒരു വർക്ക് കഴിഞ്ഞ് ഞാൻ ഇവിടെ 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഐ എം ഫ്രഷ്. ഐ ഗോ ബാക്ക് ആൻഡ് then because you get your time. ബിസിനസ് വേഴ്സസ് ക്രിയേറ്റിവിറ്റി അല്ലേ? യു റൺ എ ബിസിനസ്, എന്നാൽ താങ്കൾക്ക് ക്രിയേറ്റിവിറ്റി ഇസ് മേജർലി ഇൻ യുവർ സ്കീം ഓഫ് എലമെന്റ്. അങ്ങനെ ആ സമയത്ത് അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസിക്കലി യു നീഡ് ടു റൺ യുവർ കമ്പനി, യു ഓൾസോ നീഡ് ടു ഹാവ് യുവർ ക്രിയേറ്റിവിറ്റി ആ ഒരേ ലെവൽ. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഈ പറയുന്നത് എനിക്ക് ഒരു സ്ഥലത്തിരുന്ന് ഒരു പുസ്തകം പേനയെടുത്ത് ഒരു ഐഡിയ എഴുതുക അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാക്കുക എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് എപ്പോഴും അറിയാം വെറുതെ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ നടക്കുന്ന സമയത്ത് ഇപ്പം ഓൾറെഡി എനിക്കൊരു മിഷൻ ഉണ്ട്, ഒരു സംതിങ് ദാറ്റ് ഐ എം വർക്കിംഗ് ഔട്ട്. There's a brief and I'm trying to think and I'm talking to my team. ഒക്കെ തലയ്ക്കുള്ളിലുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഇതെൻ്റെ തലയിലുള്ളതുകൊണ്ട് മേ ബി ഇവിടുന്ന് എന്തെങ്കിലും ഒരു അനങ്ങുമ്പോൾ ഒരു ബോട്ട് പോകുമ്പോഴായിരിക്കും മേ ബി ദാറ്റ് ക്യാൻ എലമെൻറ്റ്. അങ്ങനെയാണ് അത് ഗ്രോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തിരുന്ന് ഒരു ദിവസം കൊണ്ടൊരു സാധനം എഴുതി ഉണ്ടാക്കുക എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് സാധിക്കില്ല. എനിക്കിങ്ങനെ അത് ഓർഗാനിക് ആയിട്ട് വരുന്ന ഏറ്റവും സമയമെടുത്ത് ചെയ്തത് കേരള ടൂറിസം. കാര്യം ഒന്ന്
ഞാൻ എൻ്റെ സ്റ്റേറ്റിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ വളർന്നു വന്ന, ഡീപ്പായിട്ട് എനിക്കറിയാവുന്ന എൻ്റെ അച്ഛനിൽ നിന്നും അച്ഛൻ്റെ കൂട്ടുകാരിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും നമ്മൾ വളർന്ന് വന്ന എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള റിച്ച് എക്സ്പീരിയൻസസ്. You have with nature, there's so much of spirituality, the state is so sensuous, there's so much of art forms. And അത് ചെയ്യുമ്പോൾ ഞാൻ as a filmmaker, the project came to me through Stark. Hari was involved. And Swaroop, who's on, yeah. So Swaroop and Hari, and Swaroop wrote the line, which is God's Own Country was before, and this is Your Moment is Waiting, God's Own Country. അപ്പോൾ അതുമായിട്ട് ഞങ്ങളുടെ ഡിസ്കഷൻ സമയത്തൊക്കെ ഇൻഫാക്റ്റ് നമ്മൾ പല പുസ്തകങ്ങളും ഇവിടെ ആൾക്കാർ വന്നിട്ട് പോയി എഴുതിയ കുറേ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അതൊക്കെ പല സിറ്റുവേഷനിലും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് I came to a spot in Kerala, I was just staying there, I don't know, I felt silence for the first time and I can't explain, so I decided to come back with my fiancé and got married in that same spot. And our spot angana വലിയ luxury space ഒന്നുമല്ല, but spiritually he got connected. But ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത നമ്മൾ എങ്ങനെ ഫിലിമിൽ ചെയ്യും? അതായിരുന്നു എൻ്റെ ടാസ്ക്. സോ അതിൻ്റെ അകത്ത് പറയുന്ന ഇന്ന് നമ്മളിപ്പോൾ ഒരു കാര്യം ഇവിടെ കണ്ടാൽ നാളെ ഇവിടെ വന്നാൽ ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പോൾ യുവർ മൊമെൻറ്റ് ഇസ് വെയിറ്റിംഗ്, അത് തപ്പി നടന്നാൽ കിട്ടും. അതാണ് അതിൻ്റെ. അപ്പോൾ ഐ ടുക്ക് അറൗണ്ട് 8 months for pre-production. So that must be, and of course അല്ലാതെ ഇപ്പോൾ ഇൻക്രെഡിബിൾ ഇന്ത്യയൊക്കെ more than 2 months. Yeah. പക്ഷേ ഇതിൻ്റെ pre-production was like much. Yeah. With Sneha. Yeah. How long have you been married now? Now, 2004 we got married. Okay. So it's like when both of you work. സാധാരണ മനുഷ്യർ പറയേ ഈ രണ്ടുപേരും വീട്ടിൽ കാണാൻ വയ്യ, എന്തെങ്കിലും ജോലിക്കും കൂടി കാണാമല്ലോ എന്നുള്ള കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട്. താങ്കൾക്ക് how does it healthy debates and both of you are creative and how does അത് in fact അത് I think over the years നമുക്ക് if we are aware of things around and people around, I think നമുക്കൊരു kind of maturity ഉണ്ടാവില്ലേ? Fortunately, I think both of us are mature enough, so over the years we don't get into petty situations. Exactly. The space. So what happens eventually is understanding that your partner is also an individual. The partner also will have equal amount of flaws and the strength and all that. So it's all about focusing on most of the time strength of another person. If you're only focusing on the negative side of especially a partner that you're living with for very many years, then it becomes very petty. I think it might take a little bit of time for people to understand. ഇപ്പോഴത്തെ നമ്മൾ കാണുന്നതിലെ ചില സമയത്ത് കുറച്ചുകൂടി ഹെസിറ്റേഷൻ. സംടൈംസ് ഐ ഫീൽ പീപ്പിൾ സേ ഹൗ ഡിഡ് യു ഗെറ്റ് മാരിഡ്, വാട്ട് വാസ് ദ ഡിസിഷൻ? അങ്ങനെയൊന്നും നമ്മൾ അന്ന് ഒന്നുമില്ല. എങ്ങനെ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടോ എന്തെങ്കിലും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കാൻ പറ്റുമോ? ആ സമയത്ത് നമ്മൾ കയറി അപ്പോഴത്തെ ഫീൽഡിൽ കയറി ചാടുന്നതാണ്. അതിൽ ഇൻഫാക്ട് ഓൾസോ അതിൻ്റെ അകത്ത് ധാരാളം റൊമാൻസും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ ആ സമയത്തുണ്ട്. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓവർ ദി ഇയേഴ്സ് ഇൻഫാക്ട് ഇതിലൊന്നും അല്ല, beyond that there is a kind of companionship that you really respect because you are seeing something very strong about another character. Exactly, I agree completely. And ee negative please after you ഈ നെഗറ്റീവും ഫ്ലോസും ഇല്ലാത്ത ആൾക്കാരുണ്ടോ? നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. then also like you'll have to figure out if this is very important. Relationship if you think that this is the best thing happened to you, you'll have to put effort and work on it. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡിങ് ജോക്ക് ഇൻ മൈ ഫാമിലി ബിക്കോസ് ഐ ഗോട്ട് മാരിഡ് ഓൺ Jan 26. പിന്നെ മനസ്സിലായി ഡ്രൈ ഡേ ആണ്, പുറത്ത് പോയിട്ട് ഡ്രിങ്ക് പോലും കഴിക്കാൻ പറ്റില്ല. എന്നാലും പോട്ടെ, എല്ലാ 26 എൻ്റെ കസിൻസ് വന്നിട്ട് പറയും, ഓ അജിത്ത് ഇസ് നോട്ട് ദെയർ, വാസ് ഗോൺ ടു മറ്റേ പ്രസിഡന്റ് മറ്റേ അവാർഡ് മേടിക്കാൻ അങ്ങനെ എന്നെ കളിക്കാം. ബട്ട് ഐ തിങ്ക് that respect, as you said, that space, that's അല്ല ഞാൻ ഈ പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാനോ സ്നേഹയോ ഇതിൻ്റെ എക്സ്പേർട്ടായിട്ടിരുന്ന് പറയാമെന്ന് വിചാരിക്കരുത്. ഈവൻ ലൈക്ക് ലാസ്റ്റ് മന്ത് ലൈക്ക് there were situations that we decided not to talk. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുക? ഇതുവരെ വരാത്ത സിറ്റുവേഷൻ ചിലപ്പോൾ വന്നു കാണും. ഇതൊക്കെ നാച്ചുറൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അപ്പം ഞാനീ പറയുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ അഡ്വൈസ് തരുമൊന്നുമല്ല. ഞാനും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, സ്നേഹയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാര്യം നമ്മൾ ജീവിതത്തിൽ ഓരോ സമയത്ത് ആദ്യമായിട്ടായിരിക്കും ചില എക്സ്പീരിയൻസ് വരിക. പക്ഷേ
I think crux is, if you can, whether it's your partner, a living partner, husband, wife, parent, brother, friend, I think if you can just focus on strength of a person, and then I think that's where you should put all the, yeah. നല്ല വെള്ളമല്ലേ? ഇതില് മീനുണ്ടോ? പിന്നെ ധാരാളം ഇട്ട കരിമീൻ കിട്ടും, വലിയ വലിയ. എൻ്റെ പിള്ളേർ വന്നിട്ട് ഫിഷ്, വലിയ കരിമീൻ, പൂത്തോട്ട കരിമീനിന് വളരെ ഫേമസ് ആണ് അത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അതെ, ഒരു നടന്നു വന്നിരുന്നപ്പോ എനിക്കൊരു ചോദ്യം, ഈ തുളസിത്തറ കുറച്ച് എന്താ ചെരിഞ്ഞിരിക്കണേ? അത് നേരെ ഇരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും നേരെ കണ്ട അപ്പം ഞാനത് ചിരിക്കും. അപ്പോൾ ആ ചിരിച്ചത് കൊണ്ട് എനിക്ക് ഒരു പ്രത്യേക ഫീൽ അതിന് തോന്നുന്നുണ്ട്. കാര്യം അത് നേരെ ഇരുന്നാൽ നോർമലായി, ഒന്നും മാറ്റിയിട്ടില്ലല്ലോ, ചെറിയൊരു ചെരിച്ചിലല്ലേ ഉള്ളൂ, പക്ഷെ അതിനൊരു ഭംഗിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ക്രിസ്മസ് എന്ന് മാത്രമല്ല, ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ ഇപ്പോൾ കുട്ടികൾ ജനിച്ച ശേഷവും ഈവൻ അതിന് മുമ്പും ഐ തിങ്ക് ഞങ്ങളുടെ സ്കെഡ്യൂൾ, എസ്പെഷ്യലി കുട്ടികൾക്ക് ശേഷം അവരുടെ ഹോളിഡേ അത് ക്രിസ്മസ് എന്നല്ല, അത് പൂജ ഹോളിഡേയ്സ് ആയിരിക്കാം, ഓണമായിരിക്കാം, സമ്മർ ഹോളിഡേയ്സ്, നമ്മുടെ സ്കെഡ്യൂൾ മുഴുവൻ അറൗണ്ട് ദാറ്റ് സ്കെഡ്യൂൾ. സോ വി ട്രാവൽ എ ലോട്ട്. ആൻഡ് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ 2 ആൺകുട്ടികളും ട്വിൻസാണ്. അവർ 19 വയസ്സ് കഴിഞ്ഞ് 20ആയി. ഒരാൾ വെളിയിൽ പഠിക്കുന്നു, ഒരാൾ ഇവിടെ ക്രിയയിൽ പഠിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഐ ആം സോ ഹാപ്പി ദറ്റ് വി സ്പെൻഡ് ക്വാളിറ്റി ടൈം ആൻഡ് സീരിയസ്ലി ഐ തിങ്ക് വി സെലിബ്രേറ്റഡ് ദെയർ ചൈൽഡ്ഹുഡ്. അപ്പോൾ ക്രിസ്മസ് എല്ലാ ഇതേപോലത്തെ സമയത്തും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അതെവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമായിരിക്കും, മേ ബി വിതിൻ ദ കൺട്രി അല്ലെ സംവെയർ എബ്രോഡ്. Japan is a favorite place for us. Last 5 years, I think every year we are there. Every year, because we love it and we explore different places and food and things like that. അപ്പോൾ ക്രിസ്മസ് എന്ന് മാത്രമല്ല, എല്ലാ അതേപോലത്തെ അവധികളും ഞങ്ങൾ ഒരുമിച്ചാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം it's so good to be, and you also learn through that process and yeah. അതെ, ഈ കൊച്ചുകുട്ടികളുടെ ഈ പഴയ വീട്ടിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഓരോ ആഘോഷത്തിനും ഓരോ രുചി നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും, അല്ലെങ്കിൽ ഒരു മണം, അതുണ്ടോ? മണം ഓരോ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫാക്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അമ്മയുടെ പുളിയിഞ്ചി, അല്ലെങ്കിൽ ഓണമാണെങ്കിലും എൻ്റെ അമ്മ വെക്കുന്ന, ആദ്യമൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ പുച്ഛമാണ്. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതം തുടങ്ങി ട്രാവൽ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കംഫർട്ട് ഫുഡ് ബിക്കംസ് ഓൾ ദിസ്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനത്തെ ചില വളരെ സിമ്പിൾ പരിപാടികളുണ്ട്. ബിക്കോസ് ഷീ ഈസ് ഓൾസോ വെരി ബിസി, ലൈക്ക് ഹെഡ് ഓഫ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ്, ആൻഡ് ഷീ ട്രാവൽസ് ഫ്രം ആലപ്പി ടു കൊച്ചി എവറി ഡേ 32 years. പക്ഷെ സ്റ്റിൽ ഷീ വിൽ മേക്ക് ഫുഡ് ഇൻ ദ മോർണിംഗ് ഓർ സാറ്റർഡേ സൺഡേ ഉള്ള സമയത്തൊക്കെ അമ്മ വീട്ടിലുള്ളപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഈ പറയുന്ന ചെറിയ പരിപാടികൾ, അതായത് ഇപ്പോൾ മൊളോഷ്യം, ഇത്രയും സിമ്പിളായിട്ടൊരു കറി, ഇത്രയും അത് മാത്രം പോരെ ചൂടുക. അതായത് പരിപ്പ് വേണമെങ്കിൽ വെള്ളരിക്ക ഇടാം, പച്ചമുളക്, വെളിച്ചെണ്ണ, പരിപാടി കഴിഞ്ഞു. കടുക് വറുത്തിടുക പോലും ഇല്ല. ഞാനിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി മുളക് അമ്മ ഉണ്ടാക്കുന്ന മുളക് അതേപോലെ ഉപ്പ് മാങ്ങ വെച്ചിട്ട് ഒരു അരച്ച് കലക്കി. ഇനി അതൊക്കെ മതി എനിക്ക്. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യവശാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പോഷറും എക്സ്പീരിയൻസും ഒക്കെ ഗ്ലോബലി കിട്ടിയെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ആണ് ഇതൊക്കെ, ഈ പറയുന്ന ചെറിയ പരിപാടികളൊന്നുമല്ല അമ്മയുടെ. അത് ഭയങ്കര രുചികരം, അത് മാത്രം മതി എനിക്ക്. സത്യത്തിൽ ഞാൻ അതുകൊണ്ട് അങ്ങനെ ശീലിച്ചുകൊണ്ടും എനിക്കിപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ഒരുമിച്ച് ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പ്ലേറ്റിൽ എപ്പോഴും ഒരു കറിയേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടേ അടുത്ത്, അല്ല എല്ലാം കൂടെ ഒന്നും എനിക്ക് പറ്റില്ല. കാര്യം അങ്ങനെയാണ് നമ്മൾ. അമ്മ ഒരു കറിയേ ഉണ്ടാക്കുള്ളൂ, നമുക്ക് അതേ പറ്റുള്ളൂ, അതിനുള്ള സമയമേ ഉള്ളൂ. ഇല്ല, ഞാൻ ഇൻഫാക്ട് ബേസിക് പരിപാടി, ബേസിക് ഇപ്പം അത്യാവശ്യം ഒരു ദോശ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഓംലെറ്റ് അങ്ങനത്തെയൊക്കെ. അല്ലല്ല, ഞാൻ മുട്ട കഴിക്കും. കാര്യം മുട്ടയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബിക്കോസ് ഐ റിയലി തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ കംഫർട്ട് ഫുഡ് ഇസ് വെജിറ്റേറിയൻ. ഈ താങ്കൾ ഫിലിം മേക്കർ ആയതിന് 30 സെക്കൻഡ് ആണല്ലോ എപ്പോഴും താങ്കളുടെ ലൈഫിൽ ഒരു സമയം എന്ന് പറയുന്നത്. 30 സെക്കൻഡിൽ ഉത്തരം പറയണം.
ഒരാളെ ഒരു പ്രൊഡക്റ്റിന് അറ്റൻഷൻ ചെയ്യാൻ 30 സെക്കൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് 3 തിങ്സ്. നമ്മൾ പറയേണ്ടത് എന്താന്ന് പൂർണ്ണ ബോധമുണ്ടാവണം. ആ പറയുന്നത് വളരെ മിനിമലൈസ് ചെയ്ത് പറയുക. അതിൻ്റെ അകത്ത് 100,000 കാര്യങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക. ആ പോയിന്റിനെ ബേസ് ചെയ്ത് മാത്രം ആ സ്റ്റോറി സ്ട്രക്ചർ ചെയ്യുക. അത് ലാൻഡ് ചെയ്യെങ്കിൽ അത് പ്രോപ്പറായിട്ട് ആ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്ത് ലാൻഡ് ചെയ്യണം. ലാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആ കഥ വന്ന് നിൽക്കുന്ന സമയം, ആ സമയത്തെ സൗണ്ട് ഡിസൈൻ, ആ സമയത്ത് പറയുന്ന ബേസ് ലൈൻ. ഇപ്പം ആരും കൊതിച്ചു പോകും, അല്ലെങ്കിൽ യൂസ് ഹാർഡ് വർക്ക്, ഫോർ നോ വാട്ടർ റിക്വയർഡ്. എങ്ങനെയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്, എന്താണ് ആ ലൈൻ, ആ സമയത്തെ സൗണ്ട് എന്താണ്, ഇതൊക്കെ സിമ്പിൾ. നമ്മളിപ്പോൾ നമ്മൾ ഈ തടിക്കഷ്ണങ്ങൾ വെച്ചൊരു കളിയില്ലേ, എന്താ അതിന് പറയാ? ലഘു അല്ല, ഈ ജങ്ക. എന്താണ് അതിൽ ചെയ്യുന്നത്? നമ്മളൊരു സ്ട്രക്ചർ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ പീസുകൾ എടുത്ത് അവസാനം ഇതെങ്ങനെ ഇല്ല, അതായത് മാക്സിമം ബേസിക് മിനിമലി സ്ട്രക്ചർ എങ്ങനെ നിർത്താം. അപ്പോൾ നമ്മുടെ കയ്യിലോട്ടൊരു കഥ വരികയോ അല്ലെങ്കിൽ ഞാനായിട്ട് ഉണ്ടാക്കിയൊരു കഥയിൽ ഈ പറയുന്ന പ്രോസസ്സിൽ അൺവാണ്ടഡ് എലിമെൻറ്റ്സ് മാറ്റിക്കൊണ്ടേയിരിക്കുമ്പം സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. 30 സെക്കൻഡിനുള്ളിൽ പറയുക എന്ന് പറയുന്നത് എന്നെ പോലത്തെ ഒരു ആഡ് ഫിലിം മേക്കറിന് എനിക്ക് അവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ 10 മിനിറ്റ് എടുക്കും. എനിക്ക് 30 സെക്കൻഡിലൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഫിലിമിൽ ചെയ്തു തരാം. അതായത് കാസ്റ്റിനെ മെമ്പേഴ്സിനെ എടുക്കുമ്പോൾ ഏറ്റവും അധികം കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യം നമ്മൾ ആസ് എ ഫിലിം മേക്കർ, ആസ് എ സ്റ്റോറി ടെല്ലർ, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ഇതെന്താണ് ഈ ക്യാരക്ടർ, അത് നമുക്ക് പൂർണ്ണ ബോധം ഉണ്ടാവണം. ആ ബോധത്തിലാണ് നമ്മുടെ ടീമിനെയോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിനെയോ നമ്മൾ ബ്രീഫ് ചെയ്യുന്നത്. ഇതാണ്, സോ ദാറ്റ് അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം വാട്ട് നോട്ട് ടു ഡു ആണ് ഞാൻ ആദ്യം പറയുക. അപ്പം ഭീകര ക്ലാരിറ്റിയാണ്. നമ്മൾ പറയുന്നത് ഇത് വേണോ അത് വേണോ എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറി വേണ്ട, ഈ കാറ്റഗറി വേണ്ട, ഈ ലുക്ക് വേണ്ട, ഈ ലുക്ക് വേണ്ട, ഈ സ്പേസ് മതി. അങ്ങനെ നമ്മൾ ബ്രീഫ് ചെയ്യുക. അതൊരു രീതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലയ്ക്കുള്ളിൽ ഒരു സാധനം കയറി കിടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ രാവിലെ വാഷ്റൂമിൽ പോകുമ്പോഴോ കുളിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ ഇത് ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും, ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും അവിടെ ആ പ്രോസസ്സ് നടക്കുമ്പോൾ കറക്റ്റ് ഒരാൾ നമ്മളെടുത്ത് വന്ന് സെർവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതല്ലേ ഞാൻ നോക്കാം. അപ്പം ഞാൻ ചോദിക്കും വേണോ. അപ്പം അങ്ങനത്തെ നടന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. മൊറോക്കോയിൽ ഞാനൊരു ഷൂട്ടിന് പോയിട്ട് അതിൻ്റെ അകത്ത് 2 കുട്ടികളാണ്. ഈ 2 കുട്ടികളെ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഷൂട്ടിന് കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്ത് രാവിലെ തുടങ്ങിയപ്പം അവിടെ ഷൂട്ടിംഗ് കാണാൻ വന്ന മൊറോക്കോയിലെ അവിടെ ഒരു വില്ലേജിലെ ഷൂട്ട് ചെയ്യുന്നത്, അവിടെ ഷൂട്ടിംഗ് കാണാൻ വന്ന പയ്യനെ കണ്ടിട്ട് ഞാൻ ഉച്ചവരെ ഷൂട്ട് ചെയ്തു. അൺബിലീവബിൾ ക്യാരക്ടർ. ഞാൻ ഇവരുടെ അടുത്ത് സോറി കാര്യങ്ങൾ അവർക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. സോ ആൻഡ് ദെൻ സ്പെൻഡ് ടൈം ഹിയർ. ഐ കാസ്റ്റഡ് ഹിം ആൻഡ് ദാറ്റ് വാസ് മച്ച് ബിയോണ്ട്. അപ്പം ചില സമയത്ത് കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ കണ്ണ് തുറന്നിരുന്നാൽ, കാര്യം എന്നെ സംബന്ധിച്ച് ഇവൻച്വലി ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവൻച്വലി കാര്യം നമ്മൾ പിന്നീട് അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, ആ സമയത്ത് നമുക്കൊരു ഒരു ഫീൽ ഉണ്ടാവുക, നമ്മൾ കണക്ട് ചെയ്യുക, അത് അപ്പം ബിഹേവ് ചെയ്യുക, അപ്പം നമ്മൾ ഉടനെ പെരുമാറുക, അല്ലെങ്കിൽ നമ്മൾ സമയം കളയും. അപ്പോൾ എനിക്ക് അങ്ങനത്തെയൊക്കെ ലാസ്റ്റ് മിനിറ്റ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഇതൊക്കെ പറഞ്ഞു, നമ്മുടെ ഈ മീറ്റിങ്ങിലൊക്കെ ഞാൻ അതും ഇതൊക്കെ ചർച്ച ചെയ്യും. ഞാൻ ഇനി പോകുമ്പോൾ പലതും ഇതിൻ്റെ അകത്ത് വരും. അങ്ങനെ ഈ പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വീടുണ്ടാക്കുന്ന പോലെ അത് ഓർഗാനിക് ആണ്. അത് നമുക്ക് ഇതെവിടെ ചെന്ന് എത്തും എന്നറിയില്ല, പക്ഷെ ഒരു ലക്ഷ്യബോധമുണ്ട്. ഇവിടേക്ക് വരെ ഞാൻ ഇവിടെയാണ് പോകുന്നത്, പക്ഷെ എങ്ങനെ എത്തും എന്നും നമ്മൾ ആ പ്രോസസ്സിൽ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗാനിക് പ്രോസസ്. ഐ thoroughly enjoy that. താങ്കൾക്ക് നരേഷൻ ആണ് ഇഷ്ടം, റീഡിംഗ് സ്ക്രിപ്റ്റ് അല്ലാതെ ഞാൻ എവിടെ എഴുതിക്കും. അപ്പോൾ അത് ഭയങ്കര ആക്ടർ ഫോക്കസ്ഡ് ആണ്, ഹ്യൂമൻ സെന്റർഡ് ആണ്. അപ്പോൾ ഈ നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില സമയത്ത് എൻ്റെ അമ്മ പണ്ട് ഇൻഫാക്റ്റ് ചില സമയത്ത് എനിക്ക് ഇങ്ങനെ വായിക്കാൻ
കുറേ കഴിയുമ്പോഴത്തേക്കും അതും ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടും പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് വായിക്കാൻ പറയും. അപ്പോൾ അമ്മ കണ്ണടച്ച് കേൾക്കുമ്പോൾ എനിക്ക് വിഷ്വലായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് അപ്പോൾ അങ്ങനെയാണ് പരീക്ഷയ്ക്ക് മുമ്പ് സമയമില്ലാത്ത സമയത്ത് അമ്മേനെ ഇരുത്തിട്ട് ഞാൻ കിടക്കും. ഞാനിങ്ങനെ അമ്മയാണിരുന്ന് വായിക്കുന്നത്. 100,000 കാര്യമുണ്ട്, അമ്മ ഇരുന്ന് വായിക്കും. അപ്പം എനിക്ക് അതുള്ളതുകൊണ്ട് അതെൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ ആരെങ്കിലും അടുത്ത് പറയാൻ പറയും. അപ്പോൾ അത് എനിക്ക് കുറേയും കൂടെ കാണാൻ പറ്റും, അതിൽ വിഷ്വൽ സാധ്യതകൾ. കാര്യം ഞാൻ എന്നെ മനസ്സിലാക്കിയിരിക്കുന്ന എൻ്റെ സ്ട്രെങ്ത്ത് ഈ കഴിഞ്ഞ കുറേ കാലം ഞാൻ ഈ പറയുന്ന വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ അതിൽ ഡീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആക്ച്വലി എൻ്റെ സ്ട്രെങ്ത്ത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറാണ്. അപ്പോൾ ഈ പറയുന്ന ചിലപ്പം ഭീകരമായ ഡയലോഗുകൾ എഴുതി വെക്കുന്നതൊക്കെ ഞാൻ ചിലപ്പോൾ കണക്ട് ചെയ്യില്ല. കാര്യം നമ്മളങ്ങനെയൊന്നും ചിലപ്പോൾ സംസാരിക്കാറില്ല. അപ്പോൾ എൻ്റെ ഫിലിംസ് ഒക്കെ മിക്കവാറും എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവേ ഡയലോഗ്സ് ഉണ്ടാവുള്ളൂ. വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ സ്ട്രെങ്ത്ത് ഞാൻ മനസ്സിലാക്കിയത് അതാണ്. കാര്യം ഐ ലവ് ടു കമ്മ്യൂണിക്കേറ്റ് വിഷ്വലി. ചില നോട്ടത്തിൽ, ചില പോസ്, അവിടെ ഒരു സൈലൻസിലൊക്കെ ഒരു ഡയലോഗ് പറയാതെ നമുക്കത് പവർഫുള്ളായിട്ട് കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. And I felt that's my strength. So അതൊക്കെ ഇവിടുന്ന് വരുന്ന ഏത് പരീക്ഷയ്ക്ക് കണ്ണടച്ച് കിടക്കുക, ചില സമയത്ത് ഉറങ്ങിപ്പോവും. അപ്പൊ അങ്ങനെ സൂര്യൻ അസ്തമിച്ചു, വെള്ളമൊക്കെ കുറച്ച് സ്റ്റില്ലായി. അതെ, ഞാൻ താങ്കളെ മലയിലേക്ക് വിട്ട് ഞാൻ പോവുക. This is a space, in fact, we welcome all our friends, families, and we also run it for other people. പക്ഷേ we block it when we need. Because to run a property today, I think it's always better that you have people to run it. ഏതൊരു വീടും I think അടച്ചു പൂട്ടുന്നത് ശരിയല്ല. എന്താ അറിയോ, എന്നോട് പറയും, എൻ്റെ മദറിലോ ഫാദറിലോ മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞു, ഈ ചുമരുകൾക്ക് പിന്നെ സ്പന്ദനം ഉണ്ടാവില്ല. അതെ, ചുമര് മാത്രമല്ല, സത്യത്തിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെടികളും നമ്മളവിടെ ഇല്ലെങ്കിൽ അവർക്ക് വാട്ടമുണ്ടാവും. നമ്മൾ പെരുമാറി നമ്മൾ അവരെ തൊട്ട് തലോടി പറ്റുമെങ്കിൽ പ്രാന്താന്ന് പറയും. ഞാൻ സംസാരിക്കും, ഭയങ്കര സുഖമാണ്, ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് അവസ്ഥയാണത്. പക്ഷേ യു വിൽ സീ ദ ഡിഫറൻസ്, ദേ വിൽ ഗ്രോ ഹെൽത്തി. ഹൗസ് ഇപ്പോൾ വീട് തന്നെയാണെങ്കിലും ആൾക്കാരുണ്ടെങ്കിലാണ് ആ വീടിനെപ്പോഴും പൂട്ടിക്കിട്ട് വരിക എന്നൊക്കെ പറയുന്നത് എന്നെക്കൊണ്ടൊന്ന് ആലോചിക്കാനേ വയ്യ. ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് വർഷങ്ങളായിട്ട് നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു പാഷൻ പ്രോജക്റ്റാണ്. അപ്പോൾ എവറി കോർണർ, എവറി ബ്രിക്ക്, എവറി ട്രീ, എവറി പ്ലാന്റ് ഇസ് പേഴ്സണൽ ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് it's us and it's our life, and our lifestyle in fact reflects every corner in the texture, the aesthetics. That's us. ഈ വീട്ടിലെ ഈ എല്ലാ കോർണറും കാണിക്കാനും എന്നെ ഈ ലൈഫിലേക്ക് താങ്ക്സ് ടു showing me this everything. Thank you very much. Thank you so much, Rekha. Absolute pleasure. ഭയങ്കര ഫോർമൽ ആവും, പക്ഷേ അത്രയും മനസ്സ് നിറഞ്ഞിട്ടാണ്. No, I had a great time actually, having this chat, and thank you so much for coming. Absolute pleasure. Yeah, yes. Thank you all. Yeah.